മേഘനെ ഞാൻ കാണുന്നത് മാതൃഭൂമിയുടെ സമ്മാനം ആ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. മേഘനയ്ക്ക് സമ്മാനം കൊടുത്ത കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഞങ്ങളെ നന്നായി പരിചയപ്പെടുത്തി, ഞങ്ങളുടെ ജോലി കുറച്ച് എളുപ്പമാക്കി. അപ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ പറയും, ഞങ്ങൾ 26 വർഷമായിട്ട് ഒരേ മെത്തയിലുണ്ടുറങ്ങി കഴിഞ്ഞ ആളുകളാണ്. ഞങ്ങൾ ജേർണലിസം ക്ലാസ്സിലെ സഹപാഠികളാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ എല്ലാവരും വിചാരിക്കും രണ്ട് എഴുതുന്ന ആളുകൾ. പ്രസ് അക്കാദമിയിൽ ക്ലാസ്സിൽ വന്നപ്പോഴും എല്ലാവരും നമ്മൾ വലിയ കൂട്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൂട്ടിന് അന്ന് കുസൃതി തന്നെയായിരുന്നു. നിങ്ങളുടെ ഈ പ്രായത്തിലാണല്ലോ. തീർച്ചയായിട്ടും വരുന്ന അധ്യാപകരെ കുറിച്ചുള്ള കമൻ്റ് അടിയും. സുന്ദരനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സാറുണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടർ സാറിനെ എല്ലാവരും കൂടി പ്രേമിക്കുകയും അങ്ങനെയുള്ള കച്ചവടമൊക്കെ ആയിരുന്നു അക്കാലത്ത്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സാഹിത്യം ഞങ്ങളുടെ സംഭാഷണത്തിൽ ചർച്ച ചെയ്യില്ല. ഇപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഒരു തവണയെങ്കിലും ഒന്നിച്ച് കൂടും. ഒരുമിച്ച് താമസിക്കും. ഞങ്ങളൊരു 4 പേരുടെ സംഘമുണ്ട്. അപ്പം ആ സംഘത്തിൽ ഇത്തരത്തിൽ ഈ കൂടിച്ചേരലുകൾ അടുത്ത ഒരു വർഷത്തേക്ക് ജീവിക്കാനുള്ള എനർജി സംഭരിക്കാനാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ സാഹിത്യം സംസാരിക്കുന്ന ഒരു ചടങ്ങ് വരുന്നത്, അല്ലെങ്കിൽ സാഹിത്യം ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് വടകര സാഹിത്യോത്സവത്തിൽ വെച്ച് ഞങ്ങളും പിന്നെ സുനിത TV ടീച്ചറും, നമ്മുടെ മലയാളം യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറും കൂടിയാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ തമ്മിലൊരു സംഭാഷണം. അപ്പോൾ ഞങ്ങളത് കാരണം ഞങ്ങൾക്കിത് ശീലമില്ല. ഞങ്ങൾ സാഹിത്യം പരസ്പരം സംസാരിച്ച് ശീലമില്ലാത്തത് കൊണ്ടും പണ്ട് ചെയ്തിരുന്നത് അത്രയും കുഴപ്പങ്ങളും കുസൃതികളൊക്കെ ആയിരുന്നു. പക്ഷെ അതിലൊരു ചതി പറ്റി. പ്രസ് അക്കാദമിയിലെ എൻട്രൻസിന് എനിക്ക് 3ാം റാങ്കായിരുന്നു, അവൾക്ക് 21ാമത്തെ റാങ്കായിരുന്നു. പക്ഷേ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ മറ്റേ കളികളിലെ വ്യാപൃതയായിരുന്നത് കൊണ്ട് ഇവൾക്ക് 1ാം റാങ്കും എനിക്ക് 7ാം റാങ്കും ആയിപ്പോയി. അപ്പോൾ ഇത് കഥയിലെ വില്ലത്തി ആരാന്ന് മനസ്സിലായില്ലേ? ഉള്ള വേഷമൊക്കെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, നീ ഇന്ന് ഹണ്ടിങ്ങിനാണോ വന്നത്, ചർച്ചയ്ക്കല്ലേ, സാഹിത്യ ചർച്ചയ്ക്കല്ലേ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോൾ അവൾ എൻ്റെ അടുത്ത്, ഞങ്ങൾ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും അത് പതിവ് റൂട്ടിൽ പോകരുത്, വളരെ സീരിയസ് ആയിട്ട് ചർച്ച മുന്നോട്ട് പോകണം, കാരണം ഇതൊരു യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ തമാശയുടെ പാർട്ട് ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ചയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു എഴുത്തിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ സിതാര പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ പറയാമെന്ന് തോന്നുന്നു. ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് സംസാരം തുടങ്ങാം. രേഖ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട്, നിങ്ങളുടെയൊക്കെ ഒരു പ്രായത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അന്നും ഇന്നും ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിലുള്ള സംസാരം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയുള്ളൊരു തുടക്കം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോവും മുന്നോട്ട് എന്നറിയില്ല. എന്തായാലും എഴുത്താണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടേ ഇരുത്തിച്ചിട്ടുള്ളത്. എഴുത്താണ് ഞങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അത് തീർച്ചയായിട്ടും എഴുത്ത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്, അല്ലേ? അപ്പോൾ എഴുത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചത്. എഴുത്തിലേക്ക് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പം തൊട്ട് എഴുതി തുടങ്ങി. 7 വയസ്സിൽ എഴുതി തുടങ്ങി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കഥ എഴുതി. പിന്നെ ചെറിയ മത്സരങ്ങളിലും കോളേജ് മത്സരങ്ങളിലൊക്കെ അങ്ങനെ എഴുതി മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ. ആ എഴുതി തുടങ്ങിയ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു സ്ത്രീ എഴുത്തുകാർ അധികം ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. ഇപ്പോൾ സ്ഥിതി മാറി, പക്ഷെ ആ ഒരു സമയത്ത് അധികം ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഒരു പെൺകുട്ടി എഴുതുമ്പോൾ അതിനെ വേറൊരു രീതിയിലാണ് സമൂഹം നോക്കി കണ്ടിരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാലും അന്ന് എനിക്ക് തോന്നുന്നു കുറേ 10-30 വർഷങ്ങൾക്ക് മുന്നേ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറേ വയസ്സായി എന്നൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങളുടെ പ്രായമൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും എഴുതി തുടങ്ങിയ സമയത്ത് തീർച്ചയായിട്ടും
എഴുത്തിനോട് ഉള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വലിയൊരു വായനക്കാരനായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരികയും അതിൽ കൂടി ഒരുപാട് എഴുത്തുകാരെ ലോകങ്ങളെ തിരിച്ചറിയാനും ആ ഒരു ആകർഷണ വലയത്തിലേക്ക് അങ്ങനെയാണ് വന്നത്. അതിൽ നിന്ന് തന്നെയാണ് എഴുത്തിലോട്ടും കടന്നു വന്നത്. അപ്പോൾ അങ്ങനെ എഴുത്തിലേക്ക് വന്ന ഒരാളായതുകൊണ്ട് തന്നെ എഴുത്ത് സീരിയസ് ആയിട്ട് തന്നെ തുടക്കം തൊട്ട് എടുത്തിരുന്നു. പിന്നെ എവിടേക്കോ വെച്ച് ആ സീരിയസ്നെസ് ഒക്കെ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എഴുത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അന്നത്തെ പോലെ ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് എഴുത്തിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ്. ആ ഒരു എഴുതി തുടങ്ങിയ സമയത്തുള്ള ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു അഗ്നി ഇന്നും മനസ്സിൽ ഉണ്ട്. അതുണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനി രേഖക്ക് മൈക്ക് കൈമാറുകയാണ്. സിതാരയ്ക്ക് പറയുമ്പോൾ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ, നമുക്കറിയാം എൻ ശശിധരൻ എന്ന് പറയുന്ന നിരൂപകൻ്റെ മകളാണ് സിതാര. അപ്പോൾ സിതാരയെ പറ്റിയിട്ട് ഞാൻ 22, 23 വയസ്സിൽ കാണുന്നതിന് മുമ്പ് പലപ്പോഴും പലയിടത്തും വായിച്ചിട്ടുണ്ട്. സിതാരയുടെ വീട്ടിൽ കേരളത്തിലെ എല്ലാ എഴുത്തുകാരും വരുമായിരുന്നു. സച്ചിദാനന്ദ മാഷ് എവിടെയോ എഴുതിയത് വായിച്ചിട്ടുണ്ട്. സിതാര വലിയവരുടെ സദസ്സിലേക്ക് കുട്ടിയായിട്ടുള്ള സിതാര കയറി വന്നപ്പോൾ ജോൺ എബ്രഹാം സിതാരോട് ചോദിച്ചു, പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ സിതാര പൊട്ടിക്കരഞ്ഞു. അപ്പം സച്ചിദാനന്ദൻ മാഷ് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നെ എന്താണ് കാര്യം, പൊന്നെ പൂച്ചകൾ ഉരുകുന്നിടത്ത് നിനക്കെന്ത് കാര്യം എന്ന് ആ വരി തിരുത്തിയതൊക്കെ ആയിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു പാരമ്പര്യമൊന്നും എനിക്കില്ല. എൻ്റെ അമ്മ ഒരു ഇൻ്റർമീഡിയറ്റ് വെച്ച് MT വാസുദേവൻ നായരുടെ ക്ലാസ്മേറ്റൊക്കെ ആയിരുന്നു. പിന്നെ അവർ ദാരിദ്ര്യം കാരണം ഒരു TTC ഒക്കെ പഠിച്ച ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായി. അപ്പം അങ്ങനെ എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. പക്ഷെ എല്ലാവരും നല്ല വായനക്കാരായിരുന്നു. പക്ഷെ പരാജയപ്പെട്ട കഥാകൃത്തായിട്ടുള്ള ഒരമ്മ മക്കളെ എഴുതാൻ ഭയങ്കര വലിയ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ നിരന്തരം നമ്മൾ അക്കാലത്ത് എൻ്റെ ഒരു കുട്ടിപ്രായത്തിലൊരു വിനോദം മാതൃഭൂമിയുടെ ബാലപംക്തിയിലേക്ക് കഥ അയക്കുന്നതായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് PGക്ക് പഠിക്കുന്ന സമയത്ത് ഇവിടെ സർവകലാശാല കലോത്സവം നടന്നപ്പോൾ ഇവിടെ വരുമ്പോൾ അന്ന് ഇവിടെ ഫിലോസഫിയിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ബാലപംക്തിയിലെ സ്ഥിരം എഴുത്തുകാരായിരുന്നു. ഒരു അനിൽകുമാർ വേങ്ങാട് എന്നൊക്കെ പറഞ്ഞ് ബാലപംക്തിയിൽ എഴുതുമായിരുന്നു. അനിൽകുമാർ പിന്നീട് PGക്ക് പഠിക്കുമ്പോഴോ മറ്റോ ജോലി കിട്ടി ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചു. ആ ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചു. അപ്പോൾ ഈ അനിലിൻ്റെ മരണമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബാലപംക്തിയിൽ കൂടെ നമ്മളിത് അറിയുമ്പോൾ വലിയ സങ്കടമാണ്. നമുക്ക് നമ്മുടെ ഏതോ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി. ഞാൻ അയാളെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനെ. അപ്പോൾ ബാലപംക്തിയിൽ കുഞ്ഞുണ്ണി മാഷ്ട കാലത്ത് ബാലപംക്തിയിൽ എഴുതിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഒരു 10 പേജ് കഥയൊക്കെ നമ്മൾ കുഞ്ഞുണ്ണി മാഷ്ക്ക് അയച്ചു കൊടുക്കും. കുഞ്ഞുണ്ണി മാഷ് അത് 2 പാരഗ്രാഫായിട്ട് വെട്ടിത്തരും. അപ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. കാരണം നമ്മളെ സംബന്ധിച്ച് ലോക സാഹിത്യമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് വെട്ടിക്കളയുന്നു എന്ന് പറയുന്നത് വളരെ അപമാനകരമാണ്. പക്ഷെ നിരന്തരം ഇങ്ങനെ വെട്ടി അത് പിന്നീട് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ പിന്നീട് 18 കൊല്ലം പത്രപ്രവർത്തകയായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ ഭക്ഷണത്തിനുള്ള വരുമാനം കണ്ടെത്തി തന്ന ആ തൊഴിൽ എന്നെ പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ച പ്രസ് അക്കാദമിയിലെ ജേർണലിസം ക്ലാസ് അല്ല, കുഞ്ഞുണ്ണി മാഷ്ടെ ഈ എഡിറ്റിംഗ് പ്രോസസ്സാണ്. ഇപ്പോൾ പോലും ഞങ്ങൾ ന്യായീകരണമായിട്ട് പറയും, ഞങ്ങൾ 2 പേരും നോവലുകൾ എഴുതിയിട്ടില്ല. നമ്മൾക്ക് ശേഷം വന്ന എല്ലാ എഴുത്തുകാരും നോവലുകൾ എഴുതിയവരാണ്. അപ്പം ഞങ്ങൾ പറയും ഞങ്ങളുടെ മനസ്സിൽ ഈ എഡിറ്റിംഗ് നടക്കുന്നത് കൊണ്ടാണ്. കാരണം എഡിറ്റിംഗ് നടത്തി വരുമ്പോൾ പുറത്തേക്ക് വലിയ കഥകൾ, വലിയ നോവൽ പോലുള്ള ഒരു ബൃഹദാഖ്യാനങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. കാരണം എഡിറ്റിംഗ് അത്രയും മനസ്സിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിന് ശേഷം പുറത്ത് വരാനുള്ളതായിരിക്കും മടി എന്ന് നമ്മൾ പറയാറുണ്ട് തമ്മിൽ. അപ്പോൾ സിതാരയുടെ എനിക്ക് തോന്നുന്നത് വനിതയുടെ അവാർഡ് കിട്ടിയിട്ട് സിതാരയുടെ ഒരു കഥ വന്നപ്പോഴാണ് ഞാൻ സിതാരയുടെ പേര് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയായിരുന്നു. ആ തലമുറയിലെ ഒരു പെൺകുട്ടി അതുവരെയുള്ള കാഴ്ചപ്പാടുകൾ, നമ്മൾ അഗ്നിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അഗ്നി ബലാത്സംഗത്തെ എങ്ങനെയാണ് അത് കീഴ്മേൽ മറിച്ചത് എന്നുള്ളത്. ഞങ്ങളുടെ പ്രസ് അക്കാദമിയിൽ ഞങ്ങളുടെ ഹോസ്റ്റൽ മുറിയിലിരുന്ന് വിവിധ് ഭാരതിയിലെ പാട്ടൊക്കെ കേട്ട് സിതാര വളരെ അലസമായി എഴുതിയൊരു കഥയാണ് അഗ്നി. ഇപ്പം 26-27 വർഷത്തിന് ശേഷം ആ കഥ ഓർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ
നമുക്ക് തോന്നുക ആ കഥ ഒരാൾ അഗ്നിച്ചുള്ളിയിലേക്ക് ഇരുന്ന് എഴുതിയ കഥയായിരിക്കും എന്നാണ്. പക്ഷെ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ ഒരു യൗവനത്തിൻ്റെ കുസൃതികൾക്കിടയിലിരുന്ന് എഴുതിയ കഥയാണ്. എനിക്ക് സിതാര ആ കഥ അവളുടെ ബെഡിലിരുന്ന് കുനിഞ്ഞിരുന്ന് എഴുതുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഭാഷാഭൂഷണിൽ നിന്ന് ആവശ്യപ്രകാരം അതിന് ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയൊരു കഥയായിരുന്നു ആ കഥ. സത്യത്തിൽ ഞങ്ങളുടെ തലമുറയിലെ എല്ലാ പെൺകുട്ടികളെയും ഒരർത്ഥത്തിൽ നമ്മുടെ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള സമയത്താണ് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി പിറ്റേന്ന് തന്നെ റേപ്പ് ചെയ്യപ്പെട്ട 3 പുരുഷന്മാരെയും, പിറ്റേന്നല്ല ഒരു ദിവസം എടുത്തു അവൾ, പിറ്റേന്നല്ലേ അവൾ റേപ്പ് ചെയ്യപ്പെട്ട പുരുഷന്മാരെ നേരിട്ട് കൊണ്ട് നീ ഒരാളോട് നീ കൊള്ളാമെന്നും ഒരാളോട് നീ പോരെന്നും ഒക്കെ പുരുഷനെ റേറ്റ് ചെയ്യുന്ന ഒരു രീതി. ഒരുപക്ഷെ ഇന്ന് പറയുമ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾ വളരെ കുറേ കൂടി അന്നത്തെ മാനസികാവസ്ഥ, അന്നത്തെ സ്വാതന്ത്ര്യബോധമല്ല ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ തലമുറ അനുഭവിച്ചിരുന്ന ഭീകരമായ അടിമത്തത്തിൻ്റെ ഒക്കെ ഒരു കാലത്ത് ഈ കഥ എഴുതിയപ്പോൾ വലിയ മാറ്റം തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ സിത്താരയുടെ ഇഷ്ടമുള്ള കഥ അഗ്നിയല്ല, എനിക്ക് നോബഡി സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ സിത്താരയുടെ കഥകളുണ്ട്. അതാണ് എനിക്കിഷ്ടം തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന ചില കഥകളൊക്കെ. അപ്പം സത്യത്തിൽ നമ്മൾ ഇപ്പം മേഘന സാഹിത്യ മത്സരത്തിൽ കൂടെ വന്നു എന്ന് പറഞ്ഞു. നമ്മൾ സത്യത്തിൽ നമ്മളിങ്ങനെ എഴുതുന്ന ആളുകളുണ്ടെന്നുള്ളത് എൻ്റെ കഥ അങ്ങനെ അറിയുന്നത് മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരത്തിന് 2ാം സ്ഥാനം കിട്ടി മുതിർന്നവരുടെ പങ്ക്തിയിൽ വരുമ്പോഴാണ് നമ്മളൊരു കഥാകാരിയായിട്ട് അംഗീകരിക്കുന്നത്. അന്ന് സുഭാഷ് ചന്ദ്രനായിരുന്നു 1ാം സ്ഥാനം. സുഭാഷ് ചന്ദ്രൻ്റെ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നുള്ള കഥയ്ക്കായിരുന്നു 1ാം സമ്മാനം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നൊന്നും ഇതുപോലെ പുതിയ ആളുകൾക്ക് എഴുതി വരാൻ പ്ലാറ്റ്ഫോമുകളില്ല. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയൊക്കെ വളരെ സജീവമായിട്ട് നമുക്ക് ഇതുണ്ട്. അപ്പോൾ ഒരു എഴുതി നമ്മളുടെ ഒരു കൃതി അച്ചടിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അധ്വാനം വേണ്ടി വരുന്ന ഒരു പ്രോസസ്സായിരുന്നു അന്ന്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ലായിരുന്നു. നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു എഴുത്തിൻ്റെ ഒരു തുടക്കം. അത് 90കളിലാണ്. അപ്പോൾ 90കളെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഫെമിനിസത്തെക്കുറിച്ച് ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പം അന്ന് 2 ദുരന്തങ്ങൾ സംഭവിച്ചു. മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിലാണ് ഇത്തരത്തിലുള്ള ഗൗരവമുള്ള ചർച്ചകളൊക്കെ നടക്കാറ്. ഒരു ചർച്ച പ്രധാനമായിട്ടുണ്ടായിരുന്നത് മലയാളം മരിക്കുകയാണ് എന്നുള്ളതായിരുന്നു. 90കളിൽ മലയാളം മരിക്കുകയാണ് എന്നുള്ളതാണ്. 2ാമത്തെ ചർച്ച ഫെമിനിസം വേണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. അപ്പോൾ മലയാളം മരിക്കുകയാണ് എന്ന് മാതൃഭൂമി സൺഡേയിൽ എല്ലാ ആഴ്ചയും അച്ചടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിന് അത് വലിയ പ്രശ്നമായി. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് മലയാളം മരിക്കാൻ പോകുകയെന്ന് മാതൃഭൂമിയിൽ അച്ചടിക്കപ്പെടുന്നത്, ചർച്ച വരുന്നത്. അപ്പോൾ എന്നെ വീട്ടുകാർ പറഞ്ഞു, ഇത് 2-3 കൊല്ലത്തിനൊക്കെ ഈ സാധനം മരിക്കും, അപ്പോൾ നമ്മൾ BSc മാത്സിന് ചേർന്നാൽ മതി, ഈ മരിക്കാൻ പോകുന്ന സാധനം പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ BSc മാത്സിന് ഞാൻ പഠിക്കുകയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ദുരന്തഫലം. സത്യത്തിൽ നമ്മൾ സ്വദേശപരമായിട്ട് ചെയ്യുന്ന ചില ചർച്ചകൾ സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള ഇമ്പാക്റ്റാന്നുള്ളതിൻ്റെ ഇതാണ്. അത് കഴിഞ്ഞ് അടുത്ത ചർച്ചയായിരുന്നു ഫെമിനിസം വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം മലയാളത്തിലെ എഴുത്തുകാരികൾ കൃത്യമായിട്ട് 2 ധാരയിലേക്ക്, സാറ ടീച്ചറും CS ചന്ദ്രികയൊക്കെ ഫെമിനിസം വേണമെന്നും അവർ കന്യകയുടെ പുല്ലിംഗം, മനുഷ്യൻ്റെ സ്ത്രീലിംഗം, വിധവയുടെ പുല്ലിംഗം, ഇങ്ങനെയൊക്കെയുള്ള തീവ്രമായ നിലപാടുകളോടുകൂടി ഒരു വഴിയെ സഞ്ചരിക്കുന്നു. മറുവഴിയിലാണെങ്കിൽ കേരളത്തിലെ സ്ത്രീ എഴുത്തുകാരികൾ തന്നെ, ചന്ദ്രമതി ടീച്ചറെ പോലെയൊക്കെയുള്ള ആളുകൾ ഞങ്ങൾ പെണ്ണെഴുത്തുകാരികളല്ല എന്ന് പറയാൻ ഭയങ്കര ശക്തമായിട്ട് പറയുന്നു. അപ്പോൾ സത്യത്തിൽ ആ ഘട്ടത്തിൽ എഴുതി തുടങ്ങുന്നവരെന്നുള്ള നിലയിൽ നമ്മളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡായി. ഫെമിനിസം ഇത്തരത്തിൽ ആക്ഷേപിക്കപ്പെടേണ്ട ഒരു സംഗതിയാണോ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാദം സമൂഹത്തിൽ കടന്നു വരുന്നു, അത് ഇത്ര കണ്ട് എതിർക്കപ്പെടേണ്ടതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടായി. അതിനെപ്പറ്റി സിത്താരയ്ക്ക് എന്താ പറയാനുള്ളത്? ആ ഒരു എഴുതി തുടങ്ങിയ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഫെമിനിസ്റ്റിക് ആശയങ്ങൾ ഒരുപാട് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാറാ ജോസഫിൻ്റെ
ഒരു കഥയുണ്ടായിരുന്നില്ലേ, ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. അത് ഈ പറഞ്ഞതുപോലെ അന്നത്തെ ആ ഒരു അവസ്ഥയിൽ വായിക്കുമ്പോൾ, ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷേ അത് വായിക്കുമ്പോൾ വലിയൊരു പുതുമയൊന്നും ആയിരിക്കില്ലായിരിക്കാം. പക്ഷേ ഞങ്ങളുടെയൊക്കെ ആ ഒരു സമയത്ത് കുറച്ചും കൂടി സപ്രസ്ഡ്, സ്ത്രീകൾ കുറച്ചും കൂടി സപ്രസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് എഴുത്ത്, ആർട്ട് വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് അധികം എന്താ പറയുക, തങ്ങളുടേതായിട്ടുള്ള ഇടങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ സാറ ടീച്ചറിൻ്റെ അതുപോലുള്ള കഥകളൊക്കെ വളരെ വ്യക്തിപരമായിട്ട് എന്നിലൊക്കെ ഭയങ്കര വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരുന്നത്. ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലൊക്കെ വായിച്ചിട്ട് ഞാൻ പിന്നെയും വായിച്ച ഒരു കഥയായിരുന്നു അത്. അതിൻ്റെ കൂടെയുള്ള ആ ഒരു ചിത്രം ഓർമ്മയുണ്ടോ? മദനൻ വരച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീ, അവൾ തലമുടി അഴിച്ചിട്ട്, ഇല്ലേ, അത് ആ ഒരു കഥയെ പോലെ തന്നെ ഓർക്കുന്ന ഒരു ചിത്രമായിരുന്നു. അതൊരു സ്ത്രീ ആകാശത്തോളം കൈ വീശി തലമുടി അഴിച്ചിട്ട്, അവളുടെ തലമുടി ചുഴറ്റി എറിഞ്ഞതുപോലെ പുറകിലോട്ട് പാറി ആകാശത്തെ തൊടുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചിത്രമായിരുന്നു അത്. ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ കഥയൊക്കെ ഒരു കഥ എന്നുള്ള ഒരു പക്ഷേ ഇപ്പോൾ ഇന്ന് വായിച്ച് നോക്കുമ്പോൾ മേ ബി അത് ഒരു ലിറ്ററൽ വാല്യൂ ഒന്നും വലിയ അവകാശപ്പെടാനില്ലാത്തൊരു കഥയായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അന്നത്തെ ഒരു മാനസികാവസ്ഥയിലും അന്ന് ഞങ്ങളൊക്കെ റിബലുകളായിരുന്നു. ഏതൊക്കെയോ രീതികളിൽ, പല രീതികളിൽ റിബലുകളായിരുന്നു. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വെച്ച് അത്തരത്തിലുള്ള കഥകൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഫെമിനിസ്റ്റിക് ആശയങ്ങളൊക്കെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് എന്നിലൊക്കെ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പൊതുവേ കുറച്ച് പുരോഗമന ചിന്താഗതിയുള്ള പാരൻസാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ചുറ്റുവട്ടങ്ങളിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. എങ്കിലും എനിക്കും ഒരുപാട് ഒരു പെൺകുട്ടിയായതിൻ്റെ പേരിൽ വിലക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു കാലഘട്ടത്തിൽ എന്നെ വല്ലാതെ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പം അതിലിടപെടാൻ പറ്റാതെ എൻ്റെ അച്ഛൻ പോലും നിസ്സഹായനായിപ്പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പുറത്ത് ഇരിക്കാൻ പാടില്ല, ആൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, പിന്നെ ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ പുറത്ത് നോക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് വിലക്കുകൾ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അമ്മ എൻ്റെ നേർക്ക് നീട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ഒരു റിബൽ ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ അതിനെയൊക്കെ എതിർക്കാനുള്ളൊരു ശക്തി തന്നത് ഇങ്ങനെയുള്ള ആശയങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വായനയിലൂടെയും പിന്നെ സാറ ടീച്ചറിൻ്റെ പുസ്തകത്തിന് സച്ചിമാഷ് എഴുതിയ ഒരു അവതാരിക ഉണ്ടായിരുന്നു. അതിലാണെന്ന് തോന്നുന്നു പെണ്ണെഴുത്തെന്നുള്ള ആ ഒരു പ്രയോഗം ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വലിയ സ്വാധീനം അത് എന്നിൽ ചെലുത്തിയിട്ടുണ്ട്. പിന്നെ അത് കാലത്തിനനുസരിച്ച് നമ്മളതിനെ നോക്കിക്കാണുന്ന രീതികളൊക്കെ വ്യത്യസ്തമായി വന്നു എന്നുള്ളൂ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഫെമിനിസ്റ്റ് ആണോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആണ്. എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. ഫെമിനിസം എന്നത് എൻ്റെ മനസ്സിൽ ഒരു സ്ത്രീ അവളുടെ ചിറകുകൾ എത്രത്തോളം വിടർത്തുന്നു അല്ലെങ്കിൽ അവളുടെ ആകാശങ്ങളിലേക്ക് എത്രത്തോളം സഞ്ചരിക്കുന്നു എന്നതിന് അതിന് നിർവചനങ്ങളില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു അതിനെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവുകോലാണ് എനിക്ക് ഫെമിനിസം എന്ന് പറയുന്നത്. അത് ഓരോ സ്ത്രീയിലും ഓരോ പുരുഷനിലും ഉണ്ട്. അതിൻ്റെ അളവുകൾ വ്യത്യസ്തമായിരിക്കുമെന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഫെമിനിസം ആയിരിക്കില്ല ഒരുപക്ഷെ നിങ്ങളുടേത്, അവരുടേത് വ്യത്യസ്തമായിരിക്കാം. ഓരോ പുരുഷനിലും സ്ത്രീയിലും ഉണ്ട് ഒരു സ്ത്രീ, അവളുടെ ഇടം എന്താണ് എന്നുള്ള ഒരു നിർവചനം. അതാണ് എനിക്ക് ഫെമിനിസം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അന്നും ഫെമിനിസ്റ്റ് ആയിരുന്നു, ഇന്നും ഫെമിനിസ്റ്റ് ആണ്. ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അന്നത്തെ ഫെമിനിസ്റ്റിക് ആശയങ്ങളൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഒരുപാട് നിരന്തരമായ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറയുമായിരുന്നു, എഴുതി തുടങ്ങിയ സമയത്തൊക്കെ പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കഥ എഴുതി ഒരു മത്സരത്തിൽ സമ്മാനം നേടി. അപ്പം വരുന്ന കത്തുകളിൽ കുറേയൊക്കെ നമ്മളെ ആശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഒക്കെ ഉള്ളതായിരിക്കാം. പക്ഷേ ചില കത്തുകളൊക്കെ നമ്മളോട് പറയുന്നത് അത് പെൺകുട്ടി ആയതുകൊണ്ട് കിട്ടിയതാണ്, എഡിറ്റർ നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടാണ് നിങ്ങളുടെ കഥയ്ക്ക് അതിൽ ഇടം തരുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഒരു എഴുത്തുകാരി എഴുതുന്നത് എന്തും അവളുടെ വ്യക്തി ജീവിതത്തിൽ നിന്നുള്ളതാണ് എന്നുള്ള രീതിയിലുള്ള ചില കാഴ്ചപ്പാട് അത് ഇന്നും ഉണ്ട്. അത് അന്ന് കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നു. രേഖ ഒരു കഥ എഴുതിയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ജേർണലിസം ക്ലാസ്സിൽ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു, ഒരു കഥ എഴുതിയ സമയത്ത് എന്തെങ്കിലും ഹസ്ബൻഡുമായി പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ വിളിച്ചു ചോദിച്ച ബന്ധുക്കളെ പറ്റി അവൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു എഴുത്തുകാരിക്ക് മാത്രം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു അന്തരീക്ഷം കൂടെ അന്ന് കുറച്ച് കൂടുതൽ, ഇന്നും ഉണ്ട്, ഇന്നത്തേക്കാൾ കുറച്ച് കൂടുതലായിട്ട് അന്ന് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയൂ. സിതാര ഈ പറഞ്ഞ കഥ, ഞാൻ ജേർണലിസത്തിൻ്റെ പകുതിയിൽ വെച്ച് കല്യാണം കഴിച്ചു. അതുകൊണ്ട് വലിയൊരു അപകടം പറ്റി. എനിക്ക് ഇവരുടെ പോലെ ക്ലാസ് മുഴുവനായിട്ട് ഉഴപ്പാൻ പറ്റിയില്ല. അത് പറയുമ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ട്, തീരെ സൈലൻ്റ് ആയിരുന്നു, ഒരു പാവം കുട്ടിയായിരുന്നു. അപ്പോൾ ഇവൻ ഒരു തരത്തിലും ആരോടും മിണ്ടുന്നില്ല. അപ്പം ഞങ്ങൾ സംഘടിതമായിട്ട് അവനെ പ്രേമിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 3 പേര് കൂട്ടിയിട്ട് അവനെ പ്രേമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവന് അതിൻ്റെ ഒരു ദുരന്തത്തെക്കുറിച്ച് പറയുകയാണ്. അവന് ഫോൺ നമ്പർ എഴുതി കൊടുക്കണം. ഞങ്ങളുടെ ഫോൺ നമ്പർ അവൻ ചോദിച്ചു. ഞങ്ങൾ ഫോൺ നമ്പർ എഴുതി കൊടുത്തു. അവൻ്റെ പേര് ടോം എന്നാണ്. സിത്തു ടോം, ലേബി ടോം, രേഖ ടോം. ഞങ്ങളുടെ പേര് ഞങ്ങളിങ്ങനെയാണ് അവനെ എഴുതി കൊടുത്തത്. ഇങ്ങനെ എന്താ പറയുക, പ്രേമിച്ച് ദേവസ്ത്രീയാക്കി എന്നൊക്കെ പറയുന്നത് പോലെ ഈ വളരെ സൈലൻ്റായ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പ്രധാന പോസ്റ്റിലാണ്. ഞങ്ങളവനെ ദേവനാക്കി എന്ന് പറയാം. പക്ഷേ ഇപ്പം ഞങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എങ്കിൽ പോലും. അപ്പോൾ ഈ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് ഞാനിങ്ങനെ ഒരു കഥ എഴുതിയിരുന്നു, ലവ് ഇൻ ദ ടൈഫോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരു പ്രണയവിവാഹിതരായ ഒരു ദമ്പതികളാണ് ആ കഥയിൽ വരുന്നത്. ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ സിത്താരയോട് എൻ്റെ ദാമ്പത്യം മൊത്തം പ്രശ്നങ്ങളാണെന്ന് സിത്താരോട് ചോദിച്ച പോലെ തന്നെ അഗ്നി വന്നപ്പോൾ എന്നോടും ചോദിച്ചിട്ടുണ്ട്, ഇവളാണോ അതിലെ പ്രിയ, ഈ സംഭവം ഇവളെങ്ങാനും അവളാണോ ഇതെന്ന് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ കഥ എഴുതി ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ മലയാള മനോരമയിൽ ജോയിൻ ചെയ്യാൻ ചെന്നു. അപ്പം അവിടുത്തെ ഒരു വനിതാ എഡിറ്റർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് മോശം സ്ത്രീയാണ്, നിങ്ങൾ ആ മാന്യനായ ചെറുപ്പക്കാരനെ എത്ര വില്ലനാക്കിയിട്ടാണ് കഥയിൽ എഴുതിയിരിക്കുന്നത് എന്ന്. അപ്പം ഞാനിത് തൊണ്ട തൊടാതെ വിഴുങ്ങി മിണ്ടാതിരുന്ന് കേട്ടു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞയാൾ പിന്നീട് കഥയും നോവലൊക്കെ എഴുതിയിട്ടോ. പക്ഷെ അന്ന് എനിക്കത് ആ ചോദ്യം കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും പത്രപ്രവർത്തകർക്ക് പൊതുവെ എഴുത്തുകാരോട് വലിയ പുച്ഛമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മറുപടി അർഹിക്കുന്നില്ല എന്ന് തോന്നി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പെണ്ണെഴുത്തിനെ കുറിച്ചുള്ളൊരു വലിയ ചർച്ച കേരള സമൂഹം തുടങ്ങി വെച്ച ആ കാലത്ത് എഴുതാൻ തുടങ്ങിയവരാണ് നമ്മൾ. ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മളെ വലിയ അങ്കലാപ്പിലാക്കിയിരുന്നു. ഇത്തരത്തിൽ ഇത് ഒരു പക്ഷം കടുത്ത രീതിയിൽ ഇതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അതിശയപ്പെട്ടിരുന്നു. പക്ഷെ അക്കാലത്ത് മാധവിക്കുട്ടി പറഞ്ഞ ഒരു വാചകമുണ്ട്, അതായത് ഞാനൊരു ഫെമിനിസ്റ്റാണ്, പുരുഷനെ സ്നേഹിക്കുന്ന ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു. ആ വാചകത്തിനൊരു ഭംഗിയുണ്ട്, അല്ലെങ്കിൽ അതിന് കുറേ കൂടി യാഥാർത്ഥ്യബോധത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് ആ കമൻറ്റിന്. പക്ഷേ പിന്നീട് നമ്മൾ കഥകൾ എഴുതി, നമ്മുടെ കഥാസമാഹാരങ്ങൾ വരുന്നു. പക്ഷേ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം, അതിൻ്റെ ബ്ലർബിൽ കൊടുക്കും സ്ത്രീ ജീവിതാനുഭവങ്ങളുടെ തീക്ഷ്ണ വികാരങ്ങൾ അല്ലെങ്കിൽ നൊമ്പരങ്ങളാണ് ഇവരുടെ കഥയിലുള്ളത് എന്ന്. പക്ഷെ ആ കഥയിൽ മിക്കവാറും കഥകളിൽ, ഇപ്പോൾ പകുതിയിലേറെ കഥകൾ ചില ഒരുപക്ഷെ പുരുഷനായിരിക്കും കേന്ദ്ര കഥാപാത്രം. പക്ഷേ ഇങ്ങനെ ബ്ലർബിൽ എഴുതണമെന്ന് സ്ത്രീകളെ പറ്റി അതൊരു മുൻവിധിയാണ്. ഇവരുടെ കഥയിൽ ദാമ്പത്യത്തിൻ്റെ അസ്വാരസ്യങ്ങളായിരിക്കും, നമ്മൾ വേറെ പൊളിറ്റിക്സ് എഴുതുന്നുണ്ടായിരിക്കും, സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ടായിരിക്കും. പക്ഷേ സ്ത്രീകൾ എഴുതുമ്പോൾ പ്രസാധകന് പോലും തീർച്ചയാണ് ഇവരെഴുതുന്നത് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളോ സ്ത്രീ ജീവിതാനുഭവങ്ങളോ. ഞാൻ എൻ്റെ തലമുറയിൽ ഒരു പുരുഷ കഥ, ഇപ്പോൾ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെയോ സന്തോഷ് കുമാറിൻ്റെയോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രൻ്റെയോ അങ്ങനെയുള്ളവരുടെ ആരുടെയും കഥാസമാഹാരത്തിൻ്റെ ബ്ലർബിൽ ഇവർ പുരുഷൻ്റെ ലോകത്തെ അനുഭവങ്ങളാണ് ആഖ്യാനം ചെയ്യുന്നത് എന്ന് എഴുതുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ചരിത്രപരമായ ന്യായീകരണങ്ങളുണ്ട്. അന്തർജനം 150ഓളം കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 11 കഥകൾ മാത്രമേ നമ്പൂതിരി സമുദായത്തെ പറ്റി എഴുതിയിട്ടുള്ളവർ. പക്ഷേ അന്തർജനത്തിൻ്റെ കഥകളെ പറ്റി പറയുമ്പോൾ ഇവർ നമ്പൂതിരി സമുദായത്തിലെ
സ്ത്രീകളുടെ അനുഭവങ്ങളാണ് എഴുതുന്നത്, അല്ലെങ്കിൽ സ്ത്രീ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളാണ് പങ്കുവെക്കുന്നത് എന്ന് പറയാനാണ് പൊതുവെ ആളുകൾക്ക് താല്പര്യം. അപ്പോൾ അത് സ്ത്രീകൾ ഇത്തരത്തിൽ കളം തിരിച്ച് ഇന്ന ഇടത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ മനസ്സിലുള്ള വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ബോധം തന്നെയാണ് അത്. എന്നാൽ തിരിച്ചോ, നമ്മൾ ലോക സാഹിത്യത്തിൽ നോവലുകളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ലോക സാഹിത്യത്തിലെ ലക്ഷണമൊത്ത നോവലായിട്ടുള്ള പമേല, അതിലെയും കേന്ദ്ര കഥാപാത്രം സ്ത്രീയാണ്, എഴുതുന്നത് പുരുഷനാകട്ടെ. മലയാളത്തിൽ നമ്മൾ ആദ്യത്തെ നോവലായി പറയുന്ന കുന്തലതയും ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയും ഒക്കെ സ്ത്രീയാണ് അതിലെ കഥാപാത്രം, എഴുതുന്നത് പുരുഷനാണ് എന്നേ ഉള്ളൂ. അപ്പോൾ പുരുഷൻ്റെ അനുഭവ ലോകത്തേക്കാൾ ഒരുപക്ഷെ സ്ത്രീയുടെ അനുഭവ ലോകത്തിന് ആഴമുണ്ട് എന്ന് കരുതുന്നത് കൊണ്ടാവും ഒരുപക്ഷെ പ്രസാധകർ ഇത്തരത്തിൽ ഇവർ സ്ത്രീ ജീവിതാനുഭവത്തിൻ്റെ ലോകങ്ങളാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറയാൻ മുതിരുന്നത് എന്ന് ഞാൻ ആശ്വസിക്കും. പക്ഷെ എങ്കിൽ പോലും അത്രയൊന്നും നിഷ്കളങ്കമല്ല അത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സമകാലിക ലോകത്ത് ഈ ജെൻഡർ പൊളിറ്റിക്സിന് വേറൊരു തലമാണുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഇത് കൃത്യമായിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരിയുടെ മകൻ്റെ ഭാര്യ പറയുന്നേക്കാം, ഞാൻ കൊച്ചിൻ്റെ ഒരു ഡയപ്പർ മാറ്റി, അടുത്ത ഡയപ്പർ നീ മാറ്റണം എന്ന് പറയുന്ന കേൾക്കാം. അപ്പോൾ കൃത്യമായ വീതം വയ്പ്പുകളുടെ കൃത്യമായ ഒരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെ കാലം വന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാൻ ഈ രാത്രി 12-1 മണി വരെ പത്രം ഓഫീസിൽ ജോലി ചെയ്ത് വന്ന് ഈ ഉറങ്ങാത്ത പിഞ്ചു കുഞ്ഞിനെ വെച്ച് 6 മണി വരെ ഈ ഉറങ്ങാത്ത കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് സുന്ദരമായിട്ട് ഉറങ്ങുന്ന കാണാം. പക്ഷെ ആ സമയത്ത് എനിക്കും ഒരു ബോധ്യമില്ല, ഇതിലൊരു തുല്യനീതി എന്ന് പറയുന്ന വിഷയം കടന്നു വരുന്നുണ്ട്. തുല്യനീതിയുടെ ഒരു വിഷയം എൻ്റെ ഹസ്ബൻഡും ഈക്വലി ഇതുപോലെ കുഞ്ഞുങ്ങളെ നോക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു ബോധം അക്കാലത്തില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്കുണ്ട്. ഇപ്പം നമ്മൾ കൃത്യമായ വീതം വയ്പ്പുകളുണ്ട്. അത് കാലം നമ്മുടെ സാമൂഹ്യ ജീവിതം വരുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ ഒരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഒരു കാഴ്ചപ്പാട് സിത്താര എങ്ങനെയാണ് കാണുന്നത്? ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റിയുള്ള അവബോധം ഇന്ന് യുവതലമുറക്ക് ഇടയിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിൽ നല്ല രീതിയിലുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ മുൻ തലമുറകളിലെയും സ്ത്രീകൾ വളരെ കണ്ടീഷൻഡായിട്ട് കണ്ണടച്ചു പോകുന്ന പല കാര്യങ്ങളും അത് ഓക്കെയാണ് എന്ന് കണ്ടില്ലെന്ന് നടിച്ചിരുന്ന പല കാര്യങ്ങളും, പല ഇൻഇക്വാലിറ്റികളും ഇന്ന് അത് ന്യായമല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ആർജവം, അത് തുറന്നു പറയാനുള്ള കരുത്തും ഇന്നത്തെ പെൺകുട്ടികൾക്കുണ്ട്. എല്ലാവരിലും എന്ന് ഞാൻ പറയുന്നില്ല, മിക്ക പെൺകുട്ടികളുണ്ട് എന്നാണ് തോന്നുന്നത്. ഇന്ന് തങ്ങൾക്ക് നേരെ തുല്യതയില്ലായ്മ സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയുക, ആദ്യമായിട്ട് അത് തിരിച്ചറിയുക, ഇത് നീതിയല്ല എന്ന് തിരിച്ചറിയുക, രണ്ടാമതായിട്ട് അതിനെതിരെ ശബ്ദമുയർത്തുക. ഈ 2 കാര്യങ്ങളും ഇന്നത്തെ പെൺകുട്ടികൾ മിക്കവാറും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പം അത് സാഹിത്യത്തിലും അത് പ്രകടമാണ്. സാഹിത്യത്തിൻ്റെ എഴുത്ത് ലോകത്തിലായാലും ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തടഞ്ഞുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ തലമുറയിൽ കഥ എഴുതുന്ന സ്ത്രീകളൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് ഒരുപാട് സ്ത്രീകൾ എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുന്നുണ്ട്. അത് അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ ഒന്നും അവർ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ ഓരോ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ കാണാം, സദസ്സിൽ മിക്കവാറും പെൺകുട്ടികൾ നിറയെ ഉണ്ടാകും. പണ്ടൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ ആ ഒരു മാറ്റം ഇന്നത്തെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു സാന്നിധ്യവും അതിൻ്റെ ഒരു ഉപയോഗവും ഒക്കെ അതിനെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് തങ്ങളുടേതായിട്ടുള്ള മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, എല്ലാവരെയും ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാവരും ലിറ്ററൽ വാല്യൂസ് ഉള്ള രചനകൾ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ രചനകളിലും ആ ഒരു വ്യത്യാസം കാണാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളായാലും അതിനെ അവതരിപ്പിക്കുന്ന രീതിയായാലും. അപ്പം ഞാനൊക്കെ എഴുതിയിരുന്ന സമയത്ത് എനിക്ക് പോലും ഞാനിപ്പോൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ പലതും പൊളിറ്റിക്കലി കറക്റ്റല്ലാത്ത പല സാധനങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം. പക്ഷെ അന്നത് എനിക്കറിയില്ലായിരുന്നു. ഉദാഹരണത്തിന് നപുംസകം എന്നുള്ള വാക്കൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കഥയിൽ. പക്ഷേ പിന്നീട് അത് ഒരു പൊളിറ്റിക്കലി അത് ശരിയില്ലായ്മ ആ ഒരു വാക്കിൻ്റെ ഉപയോഗത്തിലുണ്ട് എന്ന് പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ആ ഒരു സംഭവം അറിയാം. എന്തൊക്കെയാണ് അവർക്ക് ബോഡി ഷെയ്മിങ് എന്താണെന്നറിയാം. അതിൻ്റെ വിവിധ രീതികളിൽ പലതരത്തിലുള്ള ഷെയ്മിങ്ങുകളുടെ ബോധം അവർക്കുണ്ട്. അതിനെ എതിർക്കാനുള്ള കഴിവും അവർക്കുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒരു വശത്ത് കൂടി വരുന്നുമുണ്ട്. ഒരു വശത്ത് പെൺകുട്ടികൾ ഇതിനെയൊക്കെ എതിരിടുകയും അതിനായി കരുത്താർജിക്കുകയും ചെയ്യുമ്പോഴും മറുവശത്ത് ഇത്തരത്തിലുള്ള ശരിയില്ലായ്മകളും നീതികേടുകളും കൂടി വരുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ പെൺകുട്ടികളെ സപ്രസ് ചെയ്യിക്കാനുള്ള എല്ലാ സംഭവങ്ങളും മറ്റൊരു വശത്ത് കൂടി വരുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. നിരന്തരമായ സ്ലട്ട് ഷെയ്മിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മിക്കവാറും ഇരകൾ സ്ത്രീകളാണ്. എന്ത് പറഞ്ഞാലും എന്തിനും ഏതിനും കുറ്റക്കാരി സ്ത്രീയാവുന്ന ഒരു പ്രവണത ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാവുന്നതാണ്. അത് യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കൂടുതൽ കരുത്ത് ആർജിച്ചേ വെക്കൂ. കാരണം ഒരു വശത്ത് അവരെ ഏതൊക്കെ രീതിയിൽ അവരുടെ ചിറകുകൾ എറിയാം, ഏതൊക്കെ രീതിയിൽ അവരുടെ ഉത്സാഹം കെടുത്താം എന്നുള്ളതിനുള്ള ഗവേഷണങ്ങൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും കൂടുതൽ കരുത്താർജിക്കുക, മുന്നോട്ട് പോവുക. ഇത് പറയുമ്പോഴേ ഞാൻ പലയിടത്തും ഉദാഹരിക്കാറുള്ള ഒരു കഥയാണ് അന്തർജനത്തിൻ്റെ മൂടുപടം എന്നുള്ള കഥ. നിങ്ങളൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിൽ ഒരു പെൺകുട്ടി അവരുടെ ചെറുപ്പത്തിൽ ഒരാളെ ആലിംഗനം ചെയ്യാണ്, കെട്ടിപ്പിടിക്കുകയാണ്. അതിൻ്റെ പേരിൽ അവർ തുടർന്നുള്ള ജീവിതം മുഴുവൻ ഉരുകി തീരുകയാണ് ആ കഥയിൽ. ഇത് വായിച്ച നമ്മൾക്കിത് വായിക്കുമ്പോൾ ഒരു ആലിംഗനത്തിൻ്റെ പേരിലാണ് അവരൊരു ജീവിതം മുഴുവൻ ഉരുകിത്തീരുന്നത്. എൻ്റെ മകൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ. ഞാൻ ഇയാളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് എല്ലാ ദിവസവും പരിശോധിക്കും. അവൻ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോകളാണ് കാണുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതാണ് എൻ്റെ മരുമകൾ എന്ന്. പക്ഷെ അടുത്ത ദിവസം നോക്കുമ്പോൾ വേറൊരു പെൺകുട്ടിയായിരിക്കും കെട്ടിപ്പിടിച്ചത്. അങ്ങനെ 4 വർഷം ആ കോളേജിലെ ഓരോ പെൺകുട്ടികളെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോകൾ കാണുന്നുണ്ട്. അപ്പോൾ അന്തർജനത്തിൻ്റെ കഥയൊക്കെ വായിച്ചിട്ട് ഞാനുണ്ടാക്കിയ ഒരു കാഴ്ചപ്പാട് എവിടെയാണ് നിൽക്കുന്നത്? അത് നമ്മൾ പറയും, ഞാൻ മനോരമയിൽ നിന്ന് അവസാനം പോരുമ്പോൾ നടത്തിയ ഇൻ്റർവ്യൂ സുഗതകുമാരിയുമായിട്ടാണ്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും ഭീകരമായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. സുഗതകുമാരി ഇൻ്റർവ്യൂ ചെയ്യാൻ വളരെ പ്രയാസമാണ്. സുഗതകുമാരി ഇൻ്റർവ്യൂ ചെയ്യാന്ന് മരിച്ചിട്ട് ഇനി പറയാൻ പാടില്ല, എങ്കിൽ പോലും അവർ ഇൻ്റർവ്യൂ ചെയ്ത ഒരു ഭീകര അനുഭവമായിരുന്നു എനിക്ക്. നമ്മൾ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറയില്ലേ, എനിക്ക് ഈ പണിയിൽ അബദ്ധം അച്ചുപിഴയിൽ മാത്രമേ സംഭവിക്കൂ എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പത്രപ്രവർത്തനത്തെ പറ്റി എൻ്റെ ഒരു ധാരണ എനിക്ക് അച്ചുപിഴയിൽ മാത്രമേ അബദ്ധം സംഭവിക്കൂ എന്നായിരുന്നു. പക്ഷേ സുഗതകുമാരി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ, ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതിനെ അവർ കുറേ വിമർശിക്കുക, അവർക്ക് കോപ്പി അയച്ചു കൊടുക്കുകയും അവരതിൽ മുഴുവൻ തെറ്റാന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ആ 18 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അന്തസ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് തകർത്ത് കിട്ടിയിട്ടാണ് ഞാൻ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അവരന്ന് പറഞ്ഞൊരു വാചകം എനിക്ക് ഭയങ്കര വലിയ സന്തോഷം തരും. അവർ പറയുന്നത് കവികൾ കാട്ടുകിളികളെ പോലെയാണ്, വരാനിരിക്കുന്ന ദുരന്തങ്ങൾ കവികൾക്ക് പ്രവചിക്കാൻ പറ്റും. ഈ വാചകം തന്നെ വളരെ മനോഹരമാണ്. ആ വാചകത്തിൽ അവർ പറയുന്നത് മുൻകൂട്ടി അവരെങ്ങനെയാണ് പരിസ്ഥിതി പ്രവർത്തനത്തിൽ വ്യാപൃതയായത് എന്നൊക്കെ പറയുമ്പം കവികൾ ഇത്തരത്തിലുള്ള ഒരു ഉൾക്കാഴ്ച കവികൾക്കുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും പറയുമല്ലോ, എഴുത്തുകാരെഴുതുമ്പോൾ അറം പറ്റും. കുമാരനാശാൻ കന്ത താഴുന്നു എന്നൊക്കെ എഴുതിയപ്പോൾ കുമാരനാശാൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് പറയും. അതുപോലെ രാജലക്ഷ്മി എന്ന് പറയുന്ന റൈറ്റർ, അവരുടെ ഒരു കവിതയിൽ കുമിള എന്നുള്ളൊരു കവിതയിൽ കുമിള എന്നൊരു കവിത അവരെഴുതി, കഥാകൃത്ത്.
ആ കവിത എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ കുടുംബത്തിലെല്ലാവരും ആക്ഷേപിച്ചു, നിങ്ങൾ ഈ കുമിള എന്നുള്ള കവിത എഴുതിയിട്ടാണ് നിങ്ങളുടെ അച്ഛൻ മരിച്ചത് എന്ന്. അപ്പോൾ അത്തരത്തിൽ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എഴുത്തുകാരാണ് സമൂഹത്തെ ദീർഘദർശികൾ എന്നൊക്കെ പറയുമെങ്കിലും സമൂഹമാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാരെ മാറ്റുന്നത്. ഈ പറഞ്ഞ സിത്താര പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു 90കളിൽ മാതൃഭൂമിയിൽ ഫെമിനിസത്തെക്കുറിച്ചൊരു ചർച്ച നടന്നു. അന്ന് ഒരു റൈറ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: പെണ്ണെഴുതുന്നത് പെണ്ണെഴുത്തെങ്കിൽ നാളെ ഹിജടകൾ എഴുതിയാൽ നിങ്ങൾ എന്തു വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിൽ ആ പറയുന്ന വരികളിലൊരു ഭയങ്കരമായ ക്രൂരതയുണ്ട്. ഹിജടകൾ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആക്ഷേപിക്കപ്പെടുന്നവർ അവരിനി എഴുതാനേ പോകുന്നില്ല എന്നുള്ള മുൻവിധി ഈ റൈറ്റർക്കുണ്ട്. അവരെഴുതിയ തന്നെ അത് ആക്ഷേപിക്കപ്പെടേണ്ട സാഹിത്യമാണ് എന്നുള്ളൊരു മുൻവിധിയുണ്ട്. ഇപ്പം നമുക്കറിയാം, കാലങ്ങൾക്കപ്പുറം 30 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ സർവകലാശാലകളിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന അവരുടെ ലിറ്ററേച്ചർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കപ്പെടുന്നു. ഇപ്പോൾ ഞാൻ കോളേജിൽ ചെന്നിട്ട് ഞാൻ എല്ലായിടത്തും പറയാറുള്ളതാണ്, പഠിപ്പിക്കാൻ എനിക്ക് കിട്ടിയ ഒരു കഥ MT വാസുദേവൻ നായരുടെ കർക്കിടകം എന്നുള്ള കഥയാണ്. ആ കഥയിൽ ഒരു വാക്കുണ്ട്. നമുക്കറിയാം, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഉണ്ണി പട്ടിണി കിടക്കുന്നു, ഉണ്ണി വിശന്ന് ഇങ്ങനെ പട്ടിണി ഇരിക്കുന്നു. അപ്പോൾ അമ്മ അയൽവക്കത്ത് പോയി റേഷനരി വാങ്ങിക്കൊണ്ടുവന്ന് അടുപ്പത്തിടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഒരു വിരുന്നുകാരൻ വരുന്നു. ഈ കഥയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സംഭവത്തിൽ ഉണ്ണി ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ ഉണ്ണി മുറ്റത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വാഴയില ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുകയാണ്, വാഴയിലകൾ അനങ്ങുന്നത് ചെറുമക്കിടാങ്ങളെ പോലെ തോന്നി എന്നാണ് MT വാസുദേവൻ നായർ എഴുതിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു 30കൾക്ക് മുമ്പ് എഴുതിയ കഥയാണ്. പക്ഷേ ആ വാക്ക് എത്ര അനീതിയുള്ള വാക്കാണെന്ന് ആലോചിക്കണം. MT ഇപ്പം പിന്നീട് ഒരു 50 വയസ്സിനൊക്കെ ശേഷമാണെങ്കിൽ MT ആ വാക്ക് അങ്ങനെ എഴുതില്ല. ആ വാക്ക് ചെറുമക്കിടാങ്ങളെ പോലെ തോന്നിച്ചു എന്ന് എന്തിനാണ് പറയുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ പോലെ തോന്നിച്ച പോരെ, എന്തിനാണ് ചെറുമക്കിടാങ്ങളെ പോലെ തോന്നിച്ചു എന്നുള്ള വാക്ക് അതിൽ വരുന്നത്? കോളേജിൽ ഈ കഥ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ വരി സ്കിപ്പ് ചെയ്തിട്ടാണ് പഠിപ്പിക്കാറ്. കാരണം അത് വായിക്കുമ്പോൾ അതെനിക്ക് ആത്മനിന്ദ ഉണ്ടാക്കും ആ വരി ഞാൻ വായിച്ചാൽ. അല്ലെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ ആ കഥ വായിക്കാൻ അവരെ അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് പ്രയാസം തോന്നും. അതാണ് അന്നത്തെ സാമൂഹിക അവസ്ഥയിൽ ഒരുപക്ഷെ ഈ വരി ആരും തെറ്റായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് വലിയ അനീതി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. സ്ത്രീ രാഷ്ട്രീയത്തിലും ഇത്തരത്തിലുള്ള കൃത്യമായ അനീതികൾ കടന്നു വരുന്നുണ്ട്. ഈ സ്ത്രീയുടെ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആ പൊളിറ്റിക്സിലും കൃത്യമായിട്ടുള്ള അനീതികൾ കാലം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കരുതുന്നത് എഴുത്തുകാരൻ ദീർഘദർശിയാണ്, എഴുത്തുകാരൻ സാമൂഹിക മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എഴുത്തുകാരനെ അതിശയിപ്പിക്കുന്നത് ഈ സമൂഹം തന്നെയാണ്. സമൂഹത്തിൻ്റെ നിയമങ്ങളെ പൊളിച്ചെഴുതി സമൂഹത്തിൽ അതിനെ മാറ്റം കുറിക്കുന്ന തലമുറകൾ തന്നെയാണ് ഇതിന് വലിയ തരത്തിൽ മാറ്റം വരുന്നത്. എഴുത്തുകാരെ കൊണ്ട് അവരുടെ പേനയിൽ, ഇപ്പം നമ്മൾ സിനിമയിൽ പറയില്ലേ, സിനിമയിൽ എത്ര കാലം സ്ത്രീകൾ എത്ര ആക്ഷേപിക്കപ്പെടുന്നു. പഴയ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നായിക ജീൻസ് ഇട്ട് വരും, പ്രതിനായിക ജീൻസ് ഇട്ട് വരും, നായിക ധാവടി എടുത്ത് വരും. രണ്ടുപേരും നായകനെ ആകർഷിക്കാൻ ശ്രമിക്കും. ഈ ജീൻസ് ഇട്ട് അവളുടെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞ് ധാവണി എടുത്ത നായികയുടെ പുറകെ പോകുന്നവനാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ സിനിമയിലെ നായകർ. ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനൊരു കാഴ്ചയായിട്ട് ഒരു ചലച്ചിത്രകാരൻ വരികയാണെങ്കിൽ നിങ്ങൾ കൂവി അയാളെ ഓടിക്കില്ലേ? പക്ഷെ അന്നത് വളരെ സ്വീകാര്യമായിരുന്നു. അതുപോലെ പെൺകുട്ടികൾ എന്തെങ്കിലും അഹങ്കാരമൊക്കെ കാണിച്ച് അവൾക്ക് ചെകിടത്തൊരു അടി കൊടുത്താൽ മതി, അവൾ നല്ല കുട്ടിയായിട്ട് ഭർത്താവിനനുസരിച്ച് അച്ചടക്കമുള്ളവളായിട്ട് ജീവിക്കും. ഇന്നത്തെ ഏതെങ്കിലും ഒരു കല അത്തരത്തിലുള്ളൊരു കാഴ്ച, കഥയാവട്ടെ, നാടകമാവട്ടെ, സിനിമയാവട്ടെ, നോവലാവട്ടെ, ഇത്തരത്തിൽ ചെകിടത്തടിച്ചുകൊണ്ട് മര്യാദ പഠിപ്പിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരാൻ നമ്മൾ സമ്മതിക്കില്ല, അല്ലേ? ഇപ്പോൾ സാങ്കേതികവിദ്യയുടെ വളർച്ചയെപ്പറ്റി ഞാൻ എൻ്റെ കുട്ടികളോട് പറയും. സാങ്കേതികവിദ്യയുടെ വളർച്ചയെപ്പറ്റി പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വന്ദനം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ നായകൻ നായികയുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന്
കിട്ടാതാവുമ്പോൾ അവൻ്റെ വണ്ടിയുടെ സമയവും അവൻ വാതിലടച്ച് പൂട്ടി താക്കോലകത്തേക്ക് എറിയുമ്പോൾ അവളുടെ കോള് ടെലിഫോണിൽ വരും. അപ്പോൾ അവർ തമ്മിൽ കാണാതെ പോവും. അപ്പോൾ പെട്ടെന്ന് ഇന്നത്തെ കാലത്താണെങ്കിലോ ചേട്ടാ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു SMS അയച്ചാൽ വാട്സാപ്പിൽ ദേ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ തീരുന്ന വിഷയമായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞ് ഇടക്കാലത്ത് നമ്മളൊരു പാസഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമ കാണുന്നുണ്ട്. അതിലൊരു പകുതിക്ക് ശേഷം നമ്മൾ കാണുന്നത് ഒരു വീഡിയോ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പത്രപ്രവർത്തകയായ നായിക നടത്തുന്ന സ്ട്രഗിളാണ്. ഇപ്പം നമുക്കറിയാം അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും. ആ സിനിമയിൽ ഒരു ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് തൊട്ട് ഒരു ഹാഫ് ടൈമിന് മുമ്പ് തൊട്ട് ഈ ഒരു വീഡിയോ ഒരു സമൂഹത്തിലേക്ക് ഒരു ഗ്രാമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന സ്ട്രഗിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാങ്കേതിക വിദ്യയുടെയും സാമൂഹ്യ ബോധത്തിൻ്റെയും ഒക്കെ ഒരു വളർച്ചയിൽ മനുഷ്യൻ്റെ അഥവാ സ്ത്രീയുടെ അവസ്ഥയ്ക്കാണ് ഏറ്റവും വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ തരത്തിലുള്ള ഒരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെയൊക്കെ ഒരു തലം മെച്ചപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മൾ ഈ കഥകളിലൊക്കെ വളരെ ജാഗ്രതയോടുകൂടി വാക്കുകളെ സമീപിക്കാൻ തുടങ്ങിയത്. ഇപ്പം ഇനി എഴുത്തിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞു, ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു പെണ്ണെഴുത്തുകാരിയായിട്ട് ഈ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമങ്ങളെ പറ്റിയിട്ടാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ സിത്താര നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ പലതരത്തിലുള്ള വ്യക്തി ജീവിതമാവാം, സാമൂഹ്യ ജീവിതമാവാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. എഴുതി തുടങ്ങിയ ആ ഒരു സമയത്ത് ഒരുപാട് വിമർശനങ്ങളും ആക്ഷേപങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നും പറയും, ഭാഗ്യത്തിന് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഫുൾ ടൈം എയറിലാക്കിയേനെ എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ അന്ന് കത്തുകളിലൂടെയും വല്ലപ്പോഴും ഒക്കെ എൻ്റെ വീട്ടിൽ ഫോണില്ലായിരുന്നു. അതുകൊണ്ട് ഫോണിലൂടെയുള്ള തെറി വിളിയൊക്കെ കുറച്ച് കുറവായിരുന്നു. എങ്കിലും ഫോൺ വന്ന ശേഷം അതും ഉണ്ടായി. അപ്പോൾ ഒരു കഥ എഴുതി പ്രസിദ്ധീകരിച്ചു വന്നു കഴിഞ്ഞാൽ, എഴുതി തുടങ്ങിയ സമയത്തെ കാര്യമാണ് പറയുന്നത്. എഴുതി പ്രസിദ്ധീകരിച്ചു വന്നാൽ ഒരു വിഷയം മിക്കവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് ബലാത്സംഗം ചെയ്തവരെ തൻ്റേതായ ഒരു ഇതിൽ അവരോട് തൻ്റേതായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റി ഞാൻ എഴുതിയ അഗ്നി എന്ന കഥയിൽ ആ കഥ പല രീതിയിൽ വായിക്കപ്പെട്ടു. ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഒരുപാട് വിമർശനങ്ങൾ ആ കഥയുടെ പേരിൽ എനിക്ക് നേരിടേണ്ടി വന്നു. ആ ഒരു കഥ എഴുതിയതിൻ്റെ പേരിൽ നീയൊന്നും പുരുഷന്മാരെ കണ്ടിട്ടില്ല, നിന്നെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ബലാത്സംഗ ഭീഷണികൾ ഉള്ള നിറയെ കത്തുകൾ എൻ്റെ വീട്ടിലേക്ക് അന്ന് വന്നിട്ടുണ്ട്. അത് ഞാനൊരു ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള കത്തുകൾ വന്നതെന്ന്. ഇന്ന് സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടിയുള്ള അധിക്ഷേപങ്ങൾ എനിക്ക് നേരിടേണ്ടി വരുമായിരുന്നു എന്നുള്ളതും എനിക്കിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ ഏത് വിഷയം എഴുതുമ്പോഴും പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ആ ഒരു വിമർശന കണ്ണോടെ കാണുന്ന ഒരു കൂട്ടം വായനക്കാരെങ്കിലും അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ആ വായനക്കാരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ അവരെ കണക്കിലെടുക്കാതെ വേണം നമ്മൾ എഴുത്തിൻ്റെ വഴിയിലേക്ക് കൂടി മുന്നോട്ട് പോകുക. അതൊരു സ്ത്രീക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ്. എഴുതി തുടങ്ങി പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും തന്നെ ഞാൻ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെ അല്ലെങ്കിൽ തെറി വിളികളെ അല്ലെങ്കിൽ ഭീഷണികളെ ഒക്കെ ആദ്യമേ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് തീരെയും മൈൻഡ് ചെയ്യാറില്ലാതെയായി. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്ക് പിന്നെ അത് പറഞ്ഞ് അത് കുറേയൊക്കെ നിർത്തുന്ന ഒരവസ്ഥയായി. എന്നാലും പല രീതികളിൽ ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഇന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിലേക്ക് എത്തിയത് കൊണ്ടാവാം അത്രക്കങ്ങ് പഴയ അത്രയും തെറിവിളികൾ കേൾക്കുന്നില്ല. പക്ഷെ എങ്കിലും എഴുത്ത് ലോകത്തുള്ള മറ്റ് പെൺകുട്ടികൾ, ഇപ്പോൾ പുതുതായിട്ട് വന്ന പെൺകുട്ടികളൊക്കെ പറയാറുണ്ട്, പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം കേൾക്കേണ്ടി വരുന്ന ചില വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ട് എന്നുള്ളത്. അതൊരു വശത്ത്. പിന്നീട് മറ്റൊന്നുള്ളത്, സ്ത്രീ ആയതുകൊണ്ട് നമ്മുടെ എഴുത്ത് എന്നുള്ള ഭൗതിക പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പെടുന്ന പെടാപ്പാടുകളാണ്. അത് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ മനസ്സ് കണ്ടീഷൻ ചെയ്ത്, നേരത്തെ രേഖ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ സ്ത്രീകൾ ആണ് കൂടുതൽ നോക്കേണ്ടത് എന്നുള്ള ഒരു ചിന്താരീതി
എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീയുടെ മനസ്സിലേക്ക് ഇൻജെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അത് ആ ഒരു ബോധം, ഒരു അടിമത്വ ബോധം ഒരു പക്ഷേ ഞങ്ങളുടെ തലമുറയിലൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിലുള്ള മറ്റുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം അവനവൻ്റെ കാര്യങ്ങൾ ഇന്നും പല സ്ത്രീകളും ശ്രദ്ധിക്കുന്നത്. തൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾക്കല്ല തൻ്റേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കോ സമയം കണ്ടെത്തുന്നതിനേക്കാളും ഒരു സ്ത്രീക്ക് പ്രധാനം അവളുടെ കുടുംബത്തിലുള്ള മറ്റ് ആൾക്കാർ വിഷമമില്ലാതെ കടന്നു പോകും, അവർക്ക് ജീവിതം സുഖകരമാക്കി കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് തൻ്റേതെന്നുള്ളത് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ സ്ത്രീ അങ്ങനെ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബോധത്തിൽ നിന്ന് എല്ലാ സ്ത്രീകളും, ഞാൻ അടക്കമുള്ള എല്ലാ സ്ത്രീകളും പുറത്തു വരേണ്ടതാണ്. ഇന്നും അതിനുള്ള സ്ട്രഗിൾസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ആരും വിമുക്തരാണെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ആ ഒരു ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ എഴുത്തുകാരിയും നേരിടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിപാടിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു പുരുഷനായ എഴുത്തുകാരൻ നേരിടുന്നതിൻ്റെ ഒരു 10 ഇരട്ടി ബുദ്ധിമുട്ടുകൾ ഒരു സ്ത്രീക്ക്, അവൾ കുടുംബത്തിലെ മറ്റുള്ളവർക്കുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് മിക്ക സ്ത്രീകളും. ഒരുപക്ഷെ ചിലർക്ക് പ്രിവിലേജുകൾ ഉണ്ടാവും. എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ചില പ്രിവിലേജുകളുണ്ട്. പക്ഷെ അങ്ങനെ പ്രിവിലേജുകൾ ഇല്ലാത്ത നിരവധി എഴുത്തുകാരികളുണ്ട്. അവർ എൻ്റെ പരിചയം നന്നായിട്ട് എഴുതുന്ന, നല്ല രീതിയിൽ എഴുത്ത് ലോകത്തിൽ ഇടം പിടിച്ചിട്ടുള്ള എഴുത്തുകാരികൾ തന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ നേരിടേണ്ടി വരുന്ന കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലായ്മ കൊണ്ടും, പിന്നെ അവനവൻ്റെ ഒരു ആവശ്യം, മിക്ക സ്ത്രീകൾക്കും ആവശ്യമില്ലാത്തൊരു ഗിൽട്ട് ഉണ്ടെന്ന് പറയാറുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈ കൊണ്ടു നടക്കുന്ന ഒരു ഗിൽട്ട് ഉണ്ട്. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ മറ്റുള്ളവരുടെ കാര്യം എന്താവും, അതിന് ഞാനാണ് ഉത്തരവാദി എന്നുള്ളൊരു ആവശ്യമില്ലാത്തൊരു ഗിൽട്ട് ഓരോ സ്ത്രീ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് ഈ നൂറ്റാണ്ടുകളുടെ ഒരു അടിമത്തം അവൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനാവശ്യ ഘടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ മറികടക്കാൻ മിക്ക സ്ത്രീകൾക്കും കഴിയാത്തത് കൊണ്ട് തന്നെ ഈ എല്ലാ ഫീൽഡിലായാലും, ഇപ്പോൾ ഇതിലായാലും, ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ ചിലർ പറയാറുണ്ട്, ചേച്ചി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്, വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടിയില്ല. ഇന്നത്തെ കാലത്ത് പോലും പെർമിഷൻ വാങ്ങിച്ചിട്ട് അവനവൻ്റെ എഴുത്ത് ലോകത്തിലേക്ക് വ്യാപരിക്കാൻ മാത്രം സാധിക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കാൻ അയക്കാനുള്ള പാടുകൾ വേറെ, പിന്നെ പ്രസിദ്ധീകരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്നുള്ള ക്വസ്റ്റ്യനുകൾ വേറെ, അത് അവളുടെ കുടുംബജീവിതമാണോ എന്നുള്ള ഗോസിപ്പുകൾ വേറെ. അത്തരത്തിൽ നിരവധി കടമ്പകൾ ഒരു സ്ത്രീക്ക് ഭൗതികമായിട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ എല്ലാ സ്ത്രീകൾക്കും ഒരു പക്ഷേ മാനസികമായിട്ടുള്ള അതിനുള്ള ഒരു കരുത്തുണ്ടാവണമെന്നില്ല. ചിലരൊക്കെ അതിനെ മറികടന്നതിനെ പുല്ലുപോലെ തള്ളിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എഴുത്തിൻ്റെ ആയാലും ഏത് ഫീൽഡിലായാലും. പക്ഷേ മിക്ക സ്ത്രീകൾക്കും അത് പറ്റാറില്ല. അവർ ഈ കുടുംബത്തിൻ്റെയൊക്കെ ആ ഒരു കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളാണ് മിക്കവാറും. അപ്പോൾ എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട്, ഞാനൊരു പുരുഷനായ എഴുത്തുകാരനായിരുന്നെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് എൻ്റെ എഴുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കി എൻ്റെ ഒരുപാട് സമയം വെറുതെ കളയേണ്ടി വരില്ലായിരുന്നു. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടെ ഒരു സമയവും സാവകാശവും അതിനുള്ളൊരു മാനസികാവസ്ഥയും ഉണ്ടാകുമായിരുന്നു. എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഒരു തോന്നൽ വരാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സ്ത്രീകൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ ലോകം എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രേഖക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ 2000-ൻ്റെ തുടക്കത്തിൽ കേരളത്തിൽ NBTയുടെ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ വനിതാ എഴുത്തുകാരെയും, ഞങ്ങളെയൊക്കെ പുതിയ ആളുകളെയും ഏറ്റവും സീനിയറായിട്ടുള്ള മാധവിക്കുട്ടി, സാറ ടീച്ചർ, അങ്ങനെ എല്ലാവരും തിരുവനന്തപുരത്തൊരു സംഗമം നടത്തി. അപ്പോൾ അതിൽ മലയാളത്തിലെ ഇപ്പോൾ വളരെ നല്ല റൈറ്ററാണ്, മിടുക്കിയായ റൈറ്ററാണ്, അവരന്ന് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നല്ല ഒരു പെൺകുട്ടി, അവൾ നല്ല പട്ടുപാവാടിയൊക്കെ ഇട്ട് നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ ആ ഹാളിലിരിക്കുന്നത് മുഴുവൻ മലയാളത്തിലെ മുഴുവൻ വനിതാ എഴുത്തുകാരുണ്ട്. ആകെ ഒരു മൈക്ക് ഓപ്പറേറ്റർ പുരുഷൻ മാത്രമേ ആ സംഘത്തിലുള്ളൂ. ഈ പെൺകുട്ടി പ്രസംഗിക്കാൻ കയറി. എല്ലാവരും അവളുടെ ഒരു പട്ടുപാവാടയും മുല്ലപ്പൂവും മുടിയും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വന്നു, ഇപ്പോൾ അവൾ എന്തോ സരസ്വതി കീർത്തനോ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചൊല്ലും കുട്ടി എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ ഇവള് പ്രസംഗിക്കാൻ കയറിയിട്ട് പറഞ്ഞു, പുരുഷൻ്റെ ആണഹന്തയെ ഉണ്ടല്ലോ ഇങ്ങനെ തച്ചുടയ്ക്കണം എന്നൊക്കെ ഇവള് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ മൈക്ക് ഓപ്പറേറ്റർ ഇങ്ങനെ ഞെട്ടുകയാണ്. മൈക്രോ ഓപ്പറേറ്റർ ഇപ്പോൾ ദൈവമേ ഇവളെങ്ങാൻ വന്ന് തച്ചുടച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ എന്നുള്ള ഞെട്ടലിൽ പുള്ളി ഇരിക്കുകയാണ്.
അത് കഴിഞ്ഞു. അത് പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് നല്ല എനിക്ക് വലിയ ബഹുമാനമുള്ള റൈറ്ററാണ് കേട്ടോ ആള് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓറിയൻറ്റേഷൻ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ രണ്ടുപേരും ഗസ്റ്റായിരുന്നു. അപ്പോൾ അവൾ പ്രസംഗിക്കാൻ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തകരും നമ്മുടെ പുരുഷന്മാരുടെ ആണഹന്ത ഇപ്പം തകരും എന്നൊക്കെ ഞാൻ കരുതിയിരിക്കുമ്പോൾ അവൾ പ്രസംഗിക്കുകയാണ്. എൻ്റെ ഈശ്വര, ഞാൻ കഥ എഴുതാതിരിക്കുമ്പോഴായിരിക്കും അമ്മേ എനിക്ക് അപ്പിടണം, അമ്മേ എനിക്ക് അപ്പിടണം എന്ന് പറഞ്ഞിട്ട് മോൻ വിളിക്കുക. അപ്പം ഞാൻ ഇറങ്ങിപ്പോവും. എനിക്ക് മാധവിക്കുട്ടിയെ പോലെ ബാല്യക്കാരികളൊന്നും ഇല്ലേ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി. ഞാൻ ഇതാ വ്യക്തിയെ ആക്ഷേപിച്ചല്ല പറയുന്നത്. കേരളത്തിലെ ഒരു പെണ്ണെഴുത്തുകാരിയുടെ ജീവിതത്തിന് സംഭവിക്കുന്ന ഒരു വ്യതിയാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നതാണ്. അവിടെ 20കളിൽ പുരുഷൻ്റെ ആണഹന്തയെ തച്ചുടയ്ക്കാൻ നിന്നയാൾ എത്ര പെട്ടെന്നാണ് മോൻ അപ്പിടുന്നതിനെക്കുറിച്ചും വീട്ടിൽ മാധവിക്കുട്ടിയെ പോലെ ബാല്യക്കാരികൾ ഇല്ലാതാവുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്ന തരത്തിലേക്ക് സ്ത്രീയുടെ ഒരു ജീവിതം, പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരി എന്നുള്ള ജീവിതം മാറുന്നതിൻ്റെ ഒരു സങ്കടം പറഞ്ഞത്. ഇപ്പം മാധവിക്കുട്ടിയുടെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ഫെമിനിസത്തിൻ്റെ വാചകമായിട്ട് ഞാൻ വായിക്കാറുള്ളത് ബാലാമണിയമ്മയുടെ ഒരു കവിതയാണ്. വിട്ടയക്കുക കോട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ, കാൺമതുണ്ടതാ തെല്ലകലത്തിലൻ ജന്മഗേഹമാം കാനനം മോഹനം എന്ന്. എന്നെ ഈ കൂട്ടിൽ നിന്ന് പറഞ്ഞയക്കും, ഞാൻ ആകാശത്ത് പറക്കട്ടെ എന്നാണ് പറയുന്നത്. ബാലാമണിയമ്മയുടെ മകൾ മാധവിക്കുട്ടിയാണെങ്കിൽ ആ ആകാശത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേയില്ല, കൂട് കണ്ടിട്ടേയില്ല. പക്ഷേ അവരുടെ ഒരു കഥയിൽ അവർ പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ ചീത്തയാണ്, എന്തിനാണ് ഞാൻ ചീത്ത വഴിയിലൂടെ സഞ്ചരിച്ച ആളാണ്, എന്തിനാണ് നല്ല വഴിയുടെ ഒപ്പം തന്നെ ചീത്ത വഴിയും ഇത്തരത്തിൽ ചേർത്ത് വെച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ ചീത്ത മാർഗത്തിൽ സഞ്ചരിച്ചത് എന്ന്. സ്ത്രീ എഴുത്തുകാരികളെ എപ്പോഴും നേരിടുന്നൊരു വെല്ലുവിളി ഈ പറഞ്ഞതുപോലെ ലൈംഗികതയുടെ ആഖ്യാനായിരുന്നു ആദ്യകാലം മുതൽ. ഇവരെന്താണ് പറയുന്നത്? ഇവർ ഈ പറയുന്നത് ഇവരുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചാണോ എന്നുള്ള ആകാംക്ഷ അന്നും ഇന്നും മലയാളി വായനക്കാർക്കുണ്ട്. അല്ലെങ്കിൽ ഇത് എത്രമാത്രം ഇവരുടെ ജീവിതത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ഇപ്പോൾ മേഘന പറഞ്ഞ സഞ്ചാരിപ്രാവ് എന്നുള്ള ഞാൻ ഏറ്റവും ഒടുവിൽ എഴുതിയ കഥയാണിത്. ആ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഒരു കോളേജ് അധ്യാപികയാണ്. ഇത് മാത്രമാണ് എനിക്കും ഷാലാമിസ്സിനുള്ള ഒരു സാമ്യം. ഷാലാമിസ് 30കളിൽ സഞ്ചരിക്കുന്ന സുന്ദരിയായ സ്ത്രീയാണ്. ഞാൻ അതിൻ്റെ ഇരട്ടിയോളം പ്രായമുള്ള, അത്ര ഇരട്ടിയില്ലെങ്കിലും 1.5 ഇരട്ടിയെങ്കിലും പ്രായമുള്ള ആളാണ്. ഷാലാമിസിൻ്റെ ജീവിതമാണെങ്കിൽ ആർക്കും അവരെന്താണെന്നറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് വാല്യുവേഷൻ ക്യാമ്പിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ളൊരു ടീച്ചർ, പിന്നെ പല കഥകളിലൂടെ ഞങ്ങൾ കേട്ടിട്ടുള്ള ബ്രണ്ണൻ കോളേജിലേക്ക് ഒരു ടീച്ചറൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഷാലാമിസിനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായിരുന്ന മാതൃകകൾ. പക്ഷേ എല്ലാ കഥാകൃത്തുക്കളും കഥ എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് കഥയുടെ ആദ്യവും അവസാനവും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ ഇടയ്ക്കുള്ള സഞ്ചാരം വളരെ പ്രയാസം നിറഞ്ഞതാണ്. അവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ ഗ്യാപ്പുകൾ ഉള്ളിടത്തൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഭാവനയും ഒക്കെ ഒരിടത്ത് വെച്ച് സ്റ്റക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ അനുഭവങ്ങൾ ചേർത്തിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില സങ്കീർണതകളൊക്കെയാണ് നമ്മൾ അതിനോട് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ഷാലാമിസിൽ തീർച്ചയായിട്ടും എവിടെയൊക്കെയോ ഞാനുണ്ട്. പക്ഷേ ഈ കഥ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ കോളേജിലും എൻ്റെ ഉറ്റവരുടെ ഇടയിലൊക്കെ എല്ലാവരും എന്നെ ഷാലാമിസ് കളിയാക്കി വിളിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മൾ ഈ രാജലക്ഷ്മിയുടെ കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, രാജലക്ഷ്മിയോട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുമിള എന്നുള്ള കവിത എഴുതിയിട്ടാണ് അച്ഛൻ മരിച്ചത്, പിന്നെ ഇവർ നോവൽ പബ്ലിഷ് ചെയ്യാൻ കൊടുത്ത് തിരിച്ചു വാങ്ങി കത്തിക്കുന്നു, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രാജലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ അസാമാന്യ ധൈര്യമുള്ള ഒരു സ്ത്രീയാണ്. ഇവർ ലീലാവതി ടീച്ചറുടെ ആത്മകഥ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ലീലാവതി ടീച്ചറുടെ റൂംമേറ്റ് ആയിരുന്നു മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ. അപ്പോൾ ലീലാവതി ടീച്ചർ പറയുന്നുണ്ട്, ഭയങ്കര കുസൃതിയായ
നമ്മുടെ മനസ്സിൽ രാജലക്ഷ്മി എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖഛായയുള്ള ഒരു സ്ത്രീയാണ്. രാജലക്ഷ്മി അങ്ങനെയല്ല. രാജലക്ഷ്മി ഭയങ്കര കുസൃതിയായ, ആ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച് തീർന്ന് ഇനി എന്ത് വായിക്കാനെന്ന് ആലോചിച്ചിരുന്ന വളരെ വളരെ ചെറുപ്പത്തിൻ്റെ ആവേശങ്ങളും കുസൃതികളൊക്കെയുള്ള സ്ത്രീയായിരുന്നു രാജലക്ഷ്മി. അത് കഴിഞ്ഞ് അവർ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ MA മലയാളത്തിന് ചേർന്നപ്പോൾ ഒരു ബ്രിട്ടീഷ് ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർന്നു. അത് കഴിഞ്ഞ് അവർ ഷട്ടിൽ കളിക്കുന്ന നല്ല സാമൂഹ്യ ജീവിതമൊക്കെയുള്ള ഒരാളാണ്. അവരത് കഴിഞ്ഞ് MA മലയാളം അവസാനിപ്പിച്ച് ബനാറസിൽ പോയി ഫിസിക്സ് പഠിക്കാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പന്തളം NSS കോളേജിൽ ഫിസിക്സ് അധ്യാപികയായിരിക്കുമ്പോഴാണ് അവർക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ പന്തളം NSS കോളേജിലെ അവിടുത്തെ പൗരാവലി ഇവർക്കൊരു സ്വീകരണം ഒരുക്കി. അപ്പോൾ സ്വീകരണം ഒരുക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും സ്വീകരണം ഒരുക്കുമ്പോൾ ഇവരെ വർണ്ണിച്ച് സംസാരിക്കുമല്ലോ. അപ്പോൾ രാജലക്ഷ്മിയെ വർണ്ണിച്ച് ഒരുപാട് സംസാരിച്ചപ്പോൾ ഇവർ അതിൽ നിന്ന് ചടങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത്രയും ധീരതയുള്ള ആരെങ്കിലും നമുക്കൊരു സ്വീകരണം ഒരുക്കിയിട്ട് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതുന്നതിന് പകരം ഇവർ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ധൈര്യം കാണിച്ച അത്ര ചങ്കൂറ്റുള്ളൊരു സ്ത്രീയാണ്. അവർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ക്ലാസ്സിലെ കുട്ടികളോട് ഫിസിക്സിൽ ഏതോ ഒരു ഡെറിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിയിട്ട് അവർ ചോദിച്ചു, ആത്മഹത്യയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയേറെ ധീരയായ ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് റൈറ്റർ ഞാൻ ജീവിച്ചിരുന്നാൽ ഇനിയും എഴുതും എന്ന് പറഞ്ഞ് ആത്മഹത്യയിലേക്ക് നയിച്ചൊരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൻ്റേത് എന്നുള്ള ബോധ്യം നമുക്കൊക്കെയുണ്ട്. മാധവിക്കുട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാധവിക്കുട്ടിക്ക് അമേദ്യം കവറിലിട്ട് അയക്കുമായിരുന്നു പലരും. മാധവിക്കുട്ടിയോട് ഇത്തരത്തിൽ തെറിക്കത്തുകൾ, ഇത്തരത്തിൽ വിസർജ്യങ്ങൾ അയക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അവർക്കൊക്കെ ശേഷം വന്ന ഇതൊക്കെ വായിച്ച് ഇവരനുഭവിച്ച കഠിനപാതയിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ. അവരുടെ ആ ഗുണഫലങ്ങൾ അനുഭവിച്ച ഒരു പാതയിലൂടെയാണ് ഏറ്റവും പുതിയ മേഘന ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കടന്നു വരുന്നത്. അപ്പം നമുക്ക് സത്യത്തിൽ ഇത്ര പേര് നമ്മൾ ഒരു കാട്ടിലാണെങ്കിലും കുറേ മനുഷ്യർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നടപ്പാത രൂപപ്പെടും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നടപ്പാതയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഫെമിനിസത്തെക്കുറിച്ചുള്ള വലിയ ഡിബേറ്റുകൾ കണ്ട് അതിൻ്റെ പൊളിറ്റിക്സ് വായിച്ചറിഞ്ഞ് അതിൻ്റെ നന്മതിന്മകൾ അറിഞ്ഞ് വന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്കൊരു ജാഗ്രതയുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിത്താരയാണെങ്കിലും നമ്മുടെ തലമുറയിലുള്ള ഹിന്ദു ആണെങ്കിലും മീരയാണെങ്കിലും ആരാണെങ്കിലും പ്രിയ ആണെങ്കിലും ഒരു ജാഗ്രതയുണ്ട് നമ്മുടെ മുമ്പിൽ. ആ ജാഗ്രതയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ലിറ്ററേച്ചറിനെ സമീപിക്കുന്നത്. ഈ മുൻഗാമികളായിട്ടുള്ള എഴുത്തുകാരികളെ സിത്താര എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ പറഞ്ഞതുപോലെ മാധവിക്കുട്ടി തീർച്ചയായിട്ടും വലിയൊരു റോൾ മോഡൽ തന്നെയായിരുന്നു എഴുത്തിലും ജീവിതത്തിലും ഒരു പരിധിവരെ. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊന്ന്. ഏറ്റവും ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോഴാണ് ഞാൻ ആ പുസ്തകം വായിച്ചത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കാസർഗോഡുള്ളൊരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അവിടെ ഒരു പുല്ലുമേഞ്ഞ വീട്ടിലാണ് ഞങ്ങൾ കുറേ കാലം താമസിച്ചത്. അവിടെ ചെറിയൊരു വീടാണ്, പക്ഷെ അതിൽ നിറച്ചും പുസ്തകങ്ങളാണ്. അച്ഛൻ നല്ലൊരു വായനക്കാരനായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ പ്രത്യേകിച്ച് ആകർഷിച്ച ഒരു പുസ്തകം, അതിൻ്റെ ഒരു പുറംചാട്ടയൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. മാധവിക്കുട്ടിയുടെ മനോഹരമായൊരു ഫോട്ടോ, അതിൻ്റെ കൂടെ കുറേ മഞ്ചാടി മണികൾ, അതിൻ്റെ മുകളിൽ ചിതറിക്കിടക്കുന്ന വെള്ളത്തുള്ളികൾ, ഒപ്പം തന്നെ എൻ്റെ കഥ എന്ന നല്ല മനോഹരമായ ലിപിയിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ ഒരു പേരും. അപ്പോൾ അത് അച്ഛൻ എനിക്ക് തരാനൊന്നും മടിച്ചു ആദ്യം. ഞാൻ ചെറിയ കുട്ടിയാണെന്ന്. അതെനിക്ക് ദഹിക്കുമോ, എനിക്കത് ഉൾക്കൊള്ളാനാകുമോ എന്നൊക്കെയുള്ള സംശയമായിരുന്നിരിക്കാം അച്ഛനെ അതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരാളായതുപോലെയാണ് തോന്നിയത്. അതോടെയാണ് ഞാൻ പിന്നെ മാധവിക്കുട്ടിയുടെ എല്ലാ രചനകളും എത്തി വായിക്കാൻ തുടങ്ങിയത്. അന്ന് ആ ഒരു സമയത്ത് മാധവിക്കുട്ടിയെ പോലെ എഴുതണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അവർ എഴുതിയിട്ടുള്ള അവരുടെ സമാഹാരത്തിൽ മിക്ക കഥകളും വായിച്ചതിൽ ഇഷ്ടപ്പെട്ട വരികളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കും. അതിൽ നിറച്ചും എൻ്റെ പേനമഷിപ്പാടുകളായിരുന്നു ആ സമാഹാരത്തിൽ.
അങ്ങനെ മാധവിക്കുട്ടിയുടെ ഒരു സ്റ്റൈൽ എഴുതാനൊക്കെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, അത് വേറെ കാര്യം. ആ ഒരു സമയത്ത് പക്ഷെ പിന്നീട് മുതിർന്നപ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഞാൻ മുന്നോട്ട് പോയി, എഴുത്തിലായാലും ഇതിലായാലും. പക്ഷെ അവർ ആ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഇതും ജീവിതകാലം, അവർ മരിക്കുന്നത് വരെ, അവർ മരിച്ചതിന് ശേഷം, അവർ മരിച്ചപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും, എനിക്കും പ്രിയപ്പെട്ട വളരെ അടുത്ത ആരോ മരിച്ചു പോയതുപോലെയുള്ള ഒരു സങ്കടമായിരുന്നു അന്ന്. ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന സ്കൂളിൽ നിന്ന് ഞാൻ ലീവ് എടുത്തിരിക്കുകയൊക്കെ ചെയ്തു സങ്കടം കൊണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത്, എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ അടുത്ത് ഹെഡ് മിസ്ട്രസ് ചോദിച്ചു, എന്താ ലീവ് എടുക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു റൈറ്റർ മരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്തൊരു ബന്ധു മരിച്ചുപോയി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം, ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല, അവരോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പക്ഷേ എന്നോ എവിടെയോ ഇരുന്നു കൊണ്ട്, എനിക്കൊന്ന് എന്നെപ്പോലെ നിരവധി ആരാധകർ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതിൽ ഒരാളായിട്ട് ഒരു അകലത്തിൽ നിന്നുകൊണ്ട് എന്നും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. പിന്നെ അവരുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, അവരുടെ ഒരു സ്ത്രീത്വം എന്നുള്ള സങ്കല്പമൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരുപാട് ഷെയ്ഡുകളുള്ള ഒരു വ്യക്തിയാണ്. സ്ത്രീകളായതുകൊണ്ട് എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല, അത് പുരുഷന്മാരും അങ്ങനെ തന്നെ. എല്ലാ സ്ത്രീകളിലും എല്ലാ ഷെയ്ഡുകളുണ്ട്, ഗ്രേ ഷെയ്ഡും നല്ല ഷെയ്ഡുകളും ഉള്ള സ്ത്രീകളിലെല്ലാം അത്തരത്തിലുള്ള മിക്സഡ് സ്വഭാവങ്ങളുള്ളവരാണ് ഓരോ സ്ത്രീയും. അങ്ങനെ സ്ത്രീ എന്താണോ അത്, അവളുടെ എല്ലാ ശക്തിയും എല്ലാ ദൗർബല്യവും വളരെ വൾനറബിളായിട്ടുള്ള അവസ്ഥകളും ഒക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാധവിക്കുട്ടി. അത് എഴുത്തിലായാലും സ്വന്തം ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായാലും. അപ്പോൾ അത് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നും ആ ഒരു മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷ് കവിതകളൊക്കെ എഴുത്തിലും ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ്. അവരുടെ ഒരു കവിതകളുടെ ഒരു സമാഹാരം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എന്തായിരുന്നു, ആത്മാവിന് മാത്രമേ അറിയൂ, അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. ഓൺലി ദ സോൾ നോസ് ഹൗ ടു സിങ്, പാടേണ്ടത് എങ്ങനെയെന്ന് ആത്മാവിന് മാത്രമേ അറിയൂ. ആ പേരിലുള്ള ഒരു ഇംഗ്ലീഷ് കവിതാ സമാഹാരം ഒരു ബൈബിള് പോലെ അല്ലെങ്കിൽ ഒരു ഗീത പോലെ ഞാൻ എപ്പോഴും എന്നോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പം മാധവിക്കുട്ടി അത്തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ മറ്റൊരു രീതിയിൽ സാറാ ജോസഫ് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് പിന്നീട് സാറ ടീച്ചറുടെ രചനകൾ മറ്റൊരു തലത്തിലേക്ക് മാറി. അലാഹയുടെ പെൺമക്കളും ഒക്കെ വായിച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വായനക്കാരിയാണ് ഞാൻ. അവരുടെ തുടക്കത്തിലുള്ള കഥകളായാലും, ലളിത എന്ന ഒരു കഥാപാത്രത്തെ വെച്ചിട്ട് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ആ ഒരു സമയത്തൊക്കെ മുടി അഴിച്ചിട്ട് നടക്കുന്നതിന്, പെൺകുട്ടികൾ മുടി അഴിച്ചിട്ട് നടക്കരുതെന്നുള്ളൊരു കൺസെപ്റ്റ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഉണ്ടോ? ഇല്ല. എനിക്കൊക്കെ അത് ഭയങ്കരമായി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പെൺകുട്ടികൾ മുടി അഴിച്ചിട്ട് നടക്കരുത്. അപ്പം ഇന്നൊന്നും എനിക്ക് അഴിച്ചിടാൻ മുടിയില്ല, പക്ഷെ അന്ന് നല്ലോണം മുടി ഉണ്ടായിരുന്ന സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എൻ്റെ പിന്നാലെ നടക്കും, എന്തിനാ മുടി അഴിച്ചിട്ട് നടക്കുന്നത്, കെട്ടിവെക്ക് എന്ന് പറയുമായിരുന്നു. പിന്നീട് ക്യാൻസർ വന്നപ്പോൾ എൻ്റെ മുടി മുഴുവൻ പോയി. അപ്പം ഞാൻ കീമോ ചെയ്തപ്പോൾ മുടി മുഴുവൻ പോയി, മൊട്ടയായി. അപ്പം അന്ന് എന്നോട് മുടി അഴിച്ചിട്ട് നടക്കരുതെന്ന് പറഞ്ഞ ഓരോ വ്യക്തിയും മുന്നിൽ നിർത്തി, അതിൽ നമ്മുടെ രൂപേഷൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ മുന്നിൽ നിർത്തി എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായി, അന്ന് എന്നെ മുടി അഴിച്ചിട്ട് നടക്കരുതെന്ന് പറഞ്ഞതല്ലേ നിങ്ങളൊക്കെ? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അന്ന് അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് സാറാ ജോസഫിൻ്റെ കഥകളിലൊക്കെ ലളിത എന്ന കഥാപാത്രത്തെ മുടി അഴിച്ചിട്ട് നടക്കാൻ സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് കേൾക്കുമ്പോൾ തമാശയായിരിക്കാം, പക്ഷെ അന്ന് അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞു കാര്യങ്ങൾ, ഓരോ എഴുത്തുകാരുടെ ഉള്ളിൽ നിന്നുള്ള കഥയിലെ കുഞ്ഞു കാര്യങ്ങൾ, എഴുത്തിനെയൊക്കെ എഴുത്തിലൊക്കെ നേരിടേണ്ടി വരുന്ന ഭൗതികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ളയും നമുക്ക് പെണ്ണായതുകൊണ്ട് മാത്രം നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ, കൊച്ചു കാര്യങ്ങൾ. പണ്ട് റീമ കല്ലിങ്കൽ ഒരു മീൻ പൊരിച്ച ഇതിൻ്റെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എനിക്കറിയില്ല. മീൻ പൊരിച്ചത് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം എഴുതിയത് ഓർമ്മയുണ്ട്. അത് മീൻ പൊരിച്ചത് കിട്ടാത്തതിൻ്റെ സങ്കടമല്ല, അല്ലേ? പക്ഷെ അത് അങ്ങനെ മനസ്സിലാക്കിയോ നാട്ടുകാർ? ഇല്ല. അവർ വളരെ റോങ്ങായ രീതിയിലാണ് അതിനെ മറ്റുള്ള പുരുഷന്മാരത് കേന്ദ്രീകൃതമായ സമൂഹം അതിനെ കണ്ടത്. ഒരു മീൻ പൊരിച്ച കിട്ടാത്തതിനാണോ ഇത്ര
വായിട്ടലക്കുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ അവരന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മീൻ പൊരിച്ച് കിട്ടാത്തതിനെ പറ്റിയല്ല പറഞ്ഞത്. പെൺകുട്ടി ആയതുകൊണ്ട് നേരിടേണ്ടി വന്ന ആ ചെറിയ വിവേചനത്തിൽ നിന്ന് തുടങ്ങി വലിയ വലിയ വിവേചനങ്ങളിലേക്ക് പോകാവുന്ന ആ ഒരു പാതയെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറ്റി എഴുതിയ ഒരാളാണ് സാറാ ജോസഫ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മളൊക്കെ അത് നേരിട്ടത് കൊണ്ട് തന്നെ സാറാ ജോസഫിൻ്റെ ആ സമയത്തുള്ള രചനകൾ ഒരു പക്ഷേ ഒരു ലിറ്റററി പീസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നമ്മളെ ആവേശം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഊർജം തരുന്ന ചില മുദ്രാവാക്യങ്ങളൊക്കെ ഇല്ല, അതുപോലെ മുദ്രാവാക്യമാണ് കഥ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏകദേശം ആ ഒരു രീതിയിലൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ സാറാ ജോസഫിൻ്റേതായിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സാഹിത്യപരമായിട്ട് നോക്കിയാൽ തന്നെ പ്രിയയുടെ കഥകളും രേഖ, പിന്നെ നമ്മുടെ തലമുറയിലുള്ള എല്ലാ എഴുത്തുകാരികളുടെ കഥകളും എനിക്ക് നല്ല ഇഷ്ടം തന്നെയാണ്. ചന്ദ്രമതി ടീച്ചറുടെ അതൊക്കെ ഞാൻ ഭഗവതി ഒരു ഗ്രാമത്തിൻ്റെ കഥകളൊക്കെ തേടി പിടിച്ച് വായിച്ചിട്ടുള്ള ഗ്രേസി. പിന്നെ ഇന്നും സ്ത്രീ എഴുത്തുകാർ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളധികം സ്ത്രീ എഴുത്തുകാർ എന്ന് നന്നായിട്ട് എഴുതുകയും അവരുടെ രചനകളൊക്കെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും പ്രധാനം വിറ്റഴിക്കപ്പെടുകയും ബെസ്റ്റ് സെല്ലേഴ്സിൽ ഇടുമ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ കിട്ടുന്ന പോലെയുള്ള ഒരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. ശരിക്കും അത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു കണക്ക് തീർക്കൽ പോലെയൊക്കെ എനിക്ക് തോന്നും ചിലപ്പോൾ. കാരണം ബെസ്റ്റ് സെല്ലേഴ്സിലൊന്നും അങ്ങനെ പൊതുവെ ഇടം പിടിക്കാറില്ല സ്ത്രീ എഴുത്തുകാർ. പക്ഷെ ഇപ്പോൾ ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ ഇടയിൽ സ്ത്രീ എഴുത്തുകാർ നിരന്തര സാന്നിധ്യമാണ്. അതും നല്ല ലിറ്ററൽ വാല്യൂസ് ഉള്ള രചനകളാണ്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വശത്ത് നിരന്തരമായ കല്ലേറുകൾ അതുമുണ്ട് കേട്ടോ, അതുമുണ്ട്. പക്ഷെ അതിനെ കണക്കിലെടുക്കാതെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ എഴുത്തുകാർ അഷിതയെ പോലെയും ആശിതയെ പോലെയൊക്കെയുള്ള ജിൻഷയെ പോലെയൊക്കെയുള്ള പുതിയ എഴുത്തുകാർ, അത് പുരുഷന്മാരും ഉണ്ട് കേട്ടോ. നല്ല പുതിയ പുതിയ കഥാ രംഗത്തെ പുതിയ എഴുത്തുകാരൊക്കെ നല്ല സ്പാർക്കുള്ളവരാണ്. ഞാൻ ഈയിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഇന്നത്തെ കഥാലോകത്തുണ്ട്. അതിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്നുള്ളത് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ സിത്താരോട് ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. അതായത് ഞാൻ എവിടെയോ എഴുതിയിട്ടുണ്ട്, എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ റോഡിൽ എൻ്റെ മുമ്പിൽ ആരാണോ അയാളുടെ ഷർട്ടിൻ്റെ പുറകെ പിടിക്കും. അത് സ്ട്രേഞ്ചർ ആവാം, ആരാണെങ്കിലും. എനിക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര പരിഭ്രാന്തിയാണ്. അപ്പോൾ ഞാനിത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈയിടെ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരാൾ എന്നോട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പറയുകയാണ്, നിങ്ങളെന്താ എൻ്റെ ഷർട്ടിൽ പിടിക്കാത്തത് എന്ന് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. ഇത് ഉള്ളിന്ന് വരണ്ടേ, നമ്മൾ ഒരാളെ ഒരു പുരുഷനോടൊരു ട്രസ്റ്റ് തോന്നുന്നുണ്ടേ. അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് നിങ്ങളോട് ട്രസ്റ്റ് തോന്നിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞ പോലെ എൻ്റെ വേറൊരു സ്വഭാവത്തെ കൂടി പറയാം. ഞാൻ ട്രെയിനിൽ കയറി അപ്പോൾ ഉറങ്ങും. അങ്ങനെ ഒരിക്കൽ ഞാൻ കോട്ടയത്തുനിന്ന് എറണാകുളത്ത് ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി തിരിച്ച് ട്രെയിനിൽ കയറി. ഞാൻ പിന്നെ ഏറ്റുമാനൂർ എന്ന് പറയുന്ന കോട്ടയത്തിൻ്റെ അടുത്ത സ്റ്റേഷനാണ്. ഏറ്റുമാനൂർ എത്തിയപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ ഞാൻ കാണുന്നത് ഞാനൊരു അച്ചായൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുകയാണ്. അച്ചായനാണെങ്കിൽ കോട്ടയം അച്ചായന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല കതറക്കിയിട്ടിട്ട് ഇട്ടുള്ള അച്ചായനാണെങ്കിൽ നെഞ്ചൊക്കെ ഇങ്ങനെ വിശാലമായി വിരിച്ച് തന്ന് ഞാൻ അച്ചായൻ്റെ വിരിമാറിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയാളെന്ത്. പക്ഷെ അയാൾക്ക് ഒരു കുഴപ്പമില്ല, അയാൾക്ക് മനസ്സിലായി ഈ കുട്ടി വളരെ ഈ കുട്ടികളെ ഈ മധ്യവയസ്ക വളരെ ക്ഷീണിതയും ഒക്കെയാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാനിതെൻ്റെ ഹസ്ബൻഡിനോട് വന്ന് മുൻകൂർ ജാമ്യം എടുത്തു. അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പുള്ളിയോട് പറഞ്ഞ്, പുള്ളിക്ക് ഒരു ഇടങ്ങേറ് വേണ്ട, പുള്ളിക്ക് അങ്ങനത്തെ ഇടങ്ങേറൊന്നും ഇല്ല, എന്നാലും പുള്ളി കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ആരുടെ നെഞ്ചിലായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു ടെൻഷൻ, ഒരു വേവലാതി വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പുള്ളി, ഞാൻ അവിടെ ബസേലിയസ് കോളേജ് എന്ന് പറഞ്ഞാൽ കോട്ടയം ടൗണിലുള്ള കോളേജാണ്, അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പുള്ളി കാറിലൊരു കൂട്ടുകാരനായിട്ട് വരിക. പുള്ളി നോക്കുമ്പോൾ ഞാനൊരാളുടെ ഷർട്ടിൽ പിടിച്ചിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, നമ്മുടെ രേഖയല്ലേ അത്? നോക്കിയപ്പോൾ ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അയാൾ വിചാരിച്ച് കാണും രേഖയ്ക്കും വയസ്സായി, ഭർത്താവിനും വയസ്സായി, അപ്പോൾ ഒരു കൊച്ചു പയ്യനെ കൊണ്ട് പ്രേമം തോന്നി കാണും.
കഥ എല്ലാവരുടെയും മനസ്സിൽ അത് ഞാൻ പറഞ്ഞപ്പോഴാണ്, ഞാൻ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തക എന്നോട് പറയുകയാണ്, കഥ എഴുതുന്നവർക്കൊന്നും സദാചാരം കാണത്തില്ല. കാരണം വെച്ചാൽ അതെന്താ, മാധവിക്കുട്ടിക്ക് സദാചാരം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിങ്. ഞാൻ പറഞ്ഞു, എനിക്ക് സദാചാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ കൺസേൺഡ് ആണ് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഇത് ഈ കേരള സമൂഹത്തിൻ്റെ വേറൊരു തലമാണ് ഇത് കാണുന്നത്. കഥ എഴുതുന്നവർ ഇത്തരത്തിലുള്ള വളരെ വൾണറബിളാണ്, അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ് എന്നൊരു ബോധം പോലും കേരളത്തിൻ്റെ സമൂഹത്തിലുണ്ട്. ഇതിനോട് കൂടിയിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടി വരുന്നത്. ഇത് പറയുമ്പോൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് ലളിതാംബിക വീണ്ടും മൂന്നാമതാണ് ലളിതാംബിക അന്തർജനം പറയുന്നത്, ക്ഷമിക്കുക. അപ്പോൾ ലളിതാംബിക അന്തർജനം പറയുന്നുണ്ട്, സിനിമാ നോട്ടീസുകളുടെ പുറകിലാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. അവരവരുടെ ആദ്യത്തെ നോവൽ എഴുതുന്നത് 65ാമത്തെ വയസ്സിലാണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ അഗ്നിസാക്ഷിയിൽ അവർ അവസാനം പറയുന്നത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് കഥ കവിത പോലുള്ള സംഗതികൾ എഴുതാൻ പറ്റും, പക്ഷെ നോവൽ പോലുള്ള ബൃഹത്തായിട്ടുള്ള ആഖ്യാനങ്ങൾ നടത്തണമെങ്കിൽ അവർക്കതിനുള്ള സമയം പലപ്പോഴും കിട്ടുന്നില്ല. ഇവർക്ക് തന്നെ 65ാമത്തെ വയസ്സിലാണ് അവർ എഴുതുന്നത്. അപ്പം ഇത് വായിച്ചപ്പോൾ സിനിമാ നോട്ടീസിന് പുറകിൽ എഴുതിയിരുന്ന, കുട്ടികളെ തൊട്ടിലാട്ടിക്കൊണ്ട് കഥ എഴുതിയിരുന്ന അന്തർജനത്തെ നമ്മൾ അറിയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈയിടെ നമ്മൾ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൽ അഷിതയെ ഇൻ്റർവ്യൂ ചെയ്തത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നു, അത് പുസ്തകമായിട്ടും വന്നു. അതിൽ അഷിത പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഭയങ്കര ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. അഷിതയുടെ അച്ഛന് അഷിതയുടെ പിതൃത്വത്തെ ചൊല്ലി സംശയം ഉണ്ടായിരുന്നു. അഷിത മലയാളത്തിലെ വലിയ നമ്മളൊക്കെ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു റൈറ്ററുടെ മകളാണ് അഷിത എന്നാണ് അഷിതയുടെ അച്ഛൻ സംശയിച്ചിരുന്നത്. ജീവിതം മുഴുവൻ ഈ കുട്ടിയെ ബോംബെയിലും ഡൽഹിയിലൊക്കെ ഡൽഹിയിൽ അറിയാലോ, ഡൽഹിയിലെ തണുപ്പിലൊക്കെ പെറ്റിക്കോട്ടിട്ട് ഈ കുട്ടിയെ ഓരോന്ന് വാങ്ങാൻ വിടും. പിന്നെ മെട്രോ ബസ്സുകളിലൊക്കെ ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ നോക്കും. അങ്ങനെ ഭീകരമായ അനുഭവമാണ് അഷിതയുടെ. അപ്പോൾ അഷിതയോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഥകൾ ചെറുതായി പോകുന്നത് എന്ന്. അപ്പോൾ അഷിത അതിന് പറയുന്ന മറുപടി, എനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന കടലാസുകൾ വളരെ കുറവായിരുന്നു, എനിക്ക് കുറച്ച് കടലാസേ കിട്ടിയിരുന്നുള്ളൂ, അതിൽ വേണം കഥ എഴുതാൻ. അപ്പം ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ ഏറ്റവും കുറച്ച് വാക്കുകളിൽ എനിക്ക് കഥ എഴുതണം. അങ്ങനെ വരുമ്പോൾ എൻ്റെ എഴുത്ത് ചെറുതായി പോയെന്ന്. അപ്പം ഞാൻ ആലോചിച്ചത് അതാണ്, അന്തർജനം അഷിതയേക്കാൾ 3 തലമുറ മുൻപുള്ള അന്തർജനവും കടലാസിൻ്റെ പരിമിതിയിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ എഴുതാൻ വേണ്ട സാമഗ്രികൾ, സമയവും സൗകര്യവും മാത്രമല്ല, എഴുതാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ പോലും അന്നും സ്ത്രീക്ക് കുറവാണ്. അഷിത പോലെ ഏറ്റവും അടുത്ത കാലത്തുള്ളൊരു തലമുറയിലെ ഒരു റൈറ്ററും ഇതുപോലെ എഴുതാൻ വേണ്ട മെറ്റീരിയൽ ഇല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീ എഴുത്തിൻ്റെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഈ ഇത്തരത്തിലുള്ള പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ അവളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. 12:30 അപ്പോൾ ഞങ്ങളുടെ അനുവദിക്കപ്പെട്ട സമയം ഏതാണ്ട് കഴിയാറായെന്ന് തോന്നുന്നു. ഇനിയപ്പോൾ നമുക്ക് ബാക്കി എന്തെങ്കിലും നമ്മൾ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനോ അങ്ങനെ ചെയ്യാം അല്ലേ? കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ കൂട്ടത്തില് ചെറിയൊരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇങ്ങനെ തോന്നിയ സമയത്ത് വന്നതാണ്. അത് ശരിയാവണമെന്നില്ല, എനിക്ക് തോന്നിയൊരു കാര്യം പറയുന്നേ ഉള്ളൂ. രേഖ ടീച്ചറും നേരത്തെ സംസാരിച്ച സമയത്ത് പറഞ്ഞു, MT വാസുദേവൻ നായർ എഴുതിയ ഒരു കഥയിൽ ചെറുമകൻ എന്ന് പറയുന്ന ഒരു പേര്, അതിൽ ചെറുമക്കൾ എന്ന് പറയുന്ന ഒരു ഇത് വന്നു. ആ സമയത്ത് അത് വല്ലാത്ത അന്തസ്സില്ലായ്മ, അപകർഷത തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഭാഗം എത്തുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് പോലും ചെയ്യാറില്ലായിരുന്നു. അപ്പം ഈ അപകർഷത ഉണ്ടാക്കുന്ന ഈ കാലത്തിന്റെ ഒരു മാറ്റത്തെ ഏതെങ്കിലും തരത്തിൽ അത് മാറേണ്ടതില്ലേ? അപ്പം പറഞ്ഞല്ലേ ഒരു വാക്ക് നമ്മൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ചെറുമക്കൾ എന്ന് പറയുന്നത് ചേരമർ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന്, അതായത് ചേര സമുദായവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വാക്കാണ്. അതെങ്ങനെയാണ് വലിയ രീതിയിൽ നമ്മുടെ കാലത്ത് പല രീതിയിൽ അതൊരു ആകർഷകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ തന്നെ ഒരു അനുഭവത്തിൽ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്
എൻ്റെ ഒരു കൂട്ടുകാരൻ അതിന് എഴുതുന്ന സമയത്ത് കുറച്ച് അക്ഷരത്തെറ്റുകളൊക്കെ വരാമെന്നുള്ളത് കൊണ്ട് ഒരു ഫോം എനിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നു. അപ്പോ അവരെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കൂട്ടത്തില് ഞാൻ ഈ കാസ്റ്റ് എഴുതേണ്ട സ്ഥലത്ത് എന്താ എഴുതേണ്ടതെന്ന് ചോദിച്ചപ്പോ രണ്ടുപേരെ അടുത്തിരിക്കുന്നുണ്ട്. അവൻ പറയുന്നില്ല അത് എന്താണ് എഴുതേണ്ടതെന്ന് പറയുന്നില്ല. അപ്പോ ആ ഒരു അവസ്ഥ നമ്മളിങ്ങനെ കാണണം. അപ്പോ അവൻ എൻ്റെ അടുത്ത് പതിയെ വന്ന് പറഞ്ഞു ഈ ചെറുമ എന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഉള്ളിൽ വല്ലാത്ത രീതിയിൽ ഉള്ളിലുണ്ട്. ആ പേടിയെ നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത്? ഇപ്പോ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവരെ ഒരു തെറിപ്രയോഗമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പദങ്ങളാണ് കൂത്തിച്ചി, അതേപോലെ തേവിശി. ഇതിനൊക്കെ അർത്ഥം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ വലിയ ഒരു തെറിപ്പദമായിട്ട് പറയേണ്ട കാര്യമല്ല. കൂത്ത് അവതരിപ്പിക്കുന്ന അച്ചി അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീ എന്നതിന് അർത്ഥമുള്ളൂ. അത് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥാനമായിരുന്നു. പിന്നീട് ആണധികാര ബോധ്യത്തിൽ നിന്ന് അത് ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു തെറിപ്പദമായിട്ട് ഇങ്ങനെ പരിണമിച്ചു. അതിന്റെ തുടർച്ചയായിട്ട് തള്ളച്ചി എന്ന് വിളിക്കുന്നു. തള്ളച്ചി നമുക്ക് എന്തോ ഒരു പ്രശ്നമുള്ള ഒരു വാക്കായിട്ട് തോന്നുന്നു. പിന്നീട് അതിന്റെ തന്നെ തുടർച്ചയിലാണ് ഈ അടുത്ത കാലത്ത് ഈ പുരുഷാധികാര സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ട ഫെമിനിച്ചി എന്ന് പറയുന്ന വാക്ക്. പക്ഷെ അത് എത്തിയ സമയത്ത് മാത്രം സ്ത്രീകൾക്ക് മനസ്സിലായി അങ്ങനെ അച്ചി വിളിച്ചുകൊണ്ട് ഞങ്ങളെ താഴ്ത്തി നിർത്തേണ്ട കാര്യമില്ല, ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സമയത്ത് ആ തെറിപ്പദം പല രീതിയിലും അത് ഉദ്ദേശിച്ച തലത്തിലേക്ക് മാറാതിരിക്കുന്നു. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരി കയ്യിൽ ഫെമിനിച്ചി എന്ന് പറഞ്ഞിട്ട് ടാറ്റു അടിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ഫെമിനിച്ചി ആണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ പദം അല്ലാതെ മാറുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഈ ഒരു പരിണാമം, ഈ പദങ്ങളിൽ അധികാരത്തിൽ വരുന്ന ഈ മാറ്റങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു വാക്ക്, ഈ അപകർഷത ഉണ്ടാക്കുന്നത് ആളുകളിൽ ഇത് നിരന്തരം പ്രയോഗിച്ച് വീണ്ടും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് ഈ മാറ്റം സാധ്യമാവുക എന്ന് പറയാം. അതിന് മറ്റൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു വാക്കുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആ പദം ഇല്ലാത്തിടത്തോളം കാലം ആ ആത്മവിശ്വാസം വരുന്ന രീതിയിൽ അവരെ പിന്നെ എന്താണ് പരാമർശിക്കേണ്ടത് എന്നൊരു ആശങ്കയാണ്. എനിക്ക് അറിയില്ല അത് എത്രത്തോളം ഇതിനെങ്കിലും ചോദ്യമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം. ഇപ്പൊ പറഞ്ഞു ഫെമിനിസ്റ്റ് ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ സച്ചിദാനന്ദൻ മാഷ് പാവത്തറ എന്ന് പറയുന്ന ആ ഒരു ചെറുകഥാ സമാഹാരം, സാറ ടീച്ചറുടെ ചെറുകഥാ സമാഹാരത്തിൽ എഴുതിയിട്ടുള്ള മുടിക്കയ്യങ്ങൾ കുറയുമ്പോൾ എന്ന് പറയുന്നതിലാണ് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞു. ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാവരിലും ഈ പെണ്ണെഴുത്ത് എന്ന് പറയുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ പെണ്ണെഴുത്ത് എന്നുള്ളത്? ഇതൊന്നും സാധാ ടീച്ചറാണെന്ന് തോന്നുന്നു. ഒരിക്കൽ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ മാറ്റി വെക്കാൻ പാകത്തിലുള്ള എന്താ പറയാ ഒരു മൂത്രപ്പുരയിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ പോലെ അങ്ങനെ മാറ്റപ്പെടുന്ന ഒന്നല്ല സാഹിത്യം ഒന്നേ ഉള്ളൂ. അതിന് സാഹിത്യമായിട്ട് തന്നെ ഞാൻ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞത് എവിടെയൊന്നും ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഓരോ ആളുകളും ഈ ഫെമിനിസ്റ്റിനെ പല രീതിയിലാണ് കാണുന്നത്. ഇപ്പൊ സാറ ടീച്ചറും ചന്ദ്രിക ടീച്ചറും ഒക്കെ എഴുതുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർ കുറെ കൂടെ റെവല്യൂഷണറി ആയിട്ട് അവരുടെ എഴുത്തിലൊക്കെ ആ ഒരു മാറ്റം സംഭവിക്കണമെന്ന് വിചാരിച്ച് ബോധപൂർവം അതിൽ പല കഥാപാത്രങ്ങളെയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം സാറ ടീച്ചറുടെ ആലാഹയുടെ പെൺമക്കളിൽ ആനി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ ആനി എന്ന കഥാപാത്രം ആ നോവലിലുടനീളം ഒരു കുട്ടിയായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു കമ്മീസ് ഇട്ട് ഒരു ചെറിയ നിത്യബാലികയായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ആ ഒരു സ്ത്രൈണതയുടെ ഒരു വളരെ രസകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള അനുഭവങ്ങളെ പല രീതിയിലും ആവിഷ്കരിക്കപ്പെടുന്നത് ഈ നിത്യബാലികയായിട്ടുള്ള കുട്ടിയിൽ കൂടി ആണ്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയൊക്കെ ആ രീതിയിൽ സാറ ടീച്ചറുടെ എഴുത്തുകളിലൊക്കെ കാണാം. അപ്പം ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള ഒരു കഥയിൽ ഈ ഭൂമിമാതാവ് എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം വളരെ നല്ല രീതിയിൽ ഒരു ആദ്യത്തെ ഒരു കഥയിൽ കണ്ടിട്ടുണ്ട്. അശോക അതേപോലെ മറ്റുള്ള കഥകളിലൊക്കെ. അപ്പോ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യത്തെ എനിക്ക് തോന്നുന്നു ചന്ദ്രിക ടീച്ചർ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ മാറി നിന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റം പുതിയ എഴുത്തുകളിലോ അല്ലെങ്കിൽ
സ്ത്രീകൾക്കിടയിലോ കാണാത്തത് കൊണ്ട്, എന്റെ ഒരു കാഴ്ചപ്പാടോ ലോകോ ആവാത്തത് കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ എങ്ങനെയാണ് ഈ എഴുത്തുകാർ, എങ്ങനെയാണ് ഈ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒന്നിനെ കാണുന്നത്? അത് സാധാരണമായിട്ടുള്ള തുറന്നെഴുത്താണോ, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് പോലെ ഏറ്റവും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു പേരെന്നോട് എനിക്ക് മറന്നു, അവർ പറയുന്ന ഒരു വാക്ക് എങ്ങനെയാണ്, അതായത് ഈ പുരുഷൻ എഴുതുന്ന അല്ലെങ്കിൽ പുരുഷൻ എഴുതുന്ന ഏതൊരു എഴുത്തും സംശയദൃഷ്ടിയോടുകൂടി കാണണം, അവര് തന്നെയാണ് ഭരണകർത്താക്കളും വിധികർത്താക്കളും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തീർച്ചയായും പുരുഷന്റെ അനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു പെണ്ണിന് മാത്രമേ അനുഭവമായിട്ട് തുറന്നെഴുതാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആണെങ്കിൽ പോലും ഈ വ്യത്യാസം എങ്ങനെയാണ് ഈ എഴുത്തുകാരെ നോക്കിക്കാണുന്നത്? പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു അനുഭവത്തെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ കാലഘട്ടത്തിൽ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഏത് രീതിയിലാണ് അത് എഴുത്തിൽ വരേണ്ടത് എന്നാണ് വിചാരിക്കുന്നത്? ആ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് അറിയാൻ, വ്യക്തിപരമായിട്ടുള്ള ആ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കണം എന്നറിയാൻ, ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു സാധ്യത ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ സാധാരണ ഒരു തുറന്നെഴുത്ത് പോലെയോ അല്ലെങ്കിൽ ഒരു എഴുതുന്നത് പോലെയോ ഒക്കെ എഴുതിയാൽ മതിയോ? എന്താണ് അതിലുള്ള ഒരു അഭിപ്രായം അറിയാൻ? പ്രവീണിൻ്റെ ചോദ്യങ്ങളൊക്കെ നല്ലതാ. പക്ഷെ പ്രവീൺ ആദ്യം പറഞ്ഞ കാര്യം, ഞാൻ MTയുടെ ചെറുമക്കിടാങ്ങളെ പോലെ തോന്നി വാഴയിലകൾ ആടുന്നത്, ഇരുട്ടത്ത് വാഴയിലകൾ ആടുന്നത് ചെറുമക്കിടാങ്ങളെ പോലെ തോന്നി എന്നുള്ള MTയുടെ വരി, ആ വരി പറയുമ്പോൾ എനിക്ക് അപകർഷതയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആ വരിയിലൊരു അനീതിയുണ്ട്. അതല്ല മനുഷ്യക്കിടാങ്ങളെ പോലെ തോന്നി എന്നുള്ള വാക്കുമതി അവിടെ. എന്താ ചെറുമക്കിടാങ്ങളുടെ നിഴലിന് വല്ല പ്രത്യേകതയുണ്ടോ? ഇല്ലല്ലോ. എല്ലാ മനുഷ്യരുടെയും നിഴൽ പോലെ തോന്നി എന്ന്, ഒരു മനുഷ്യൻ്റെ നിഴൽ പോലെ തോന്നി എന്നായിരുന്നു അവിടെ MT. ഇപ്പോഴായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ MTയുടെ ഒരു 1970കളിലൊക്കെ ശേഷമാണ്, അല്ലെങ്കിൽ 75-ന് ശേഷമൊക്കെയാണ് MT എഴുതുന്നതെങ്കിൽ MT അങ്ങനെ എഴുതുമായിരുന്നുള്ളൂ. കാരണം നമ്മുടെ പൊളിറ്റിക്സൊക്കെ മാറി. ഇങ്ങനെ ചെറുമക്കിടാങ്ങളുടെ നിഴലുകൾ മാത്രമല്ലല്ലോ, മനുഷ്യൻ്റെ നിഴലുകൾ പോലെ തോന്നിയ വാഴയിലകൾ ആടുന്നത് കണ്ടപ്പോൾ എന്ന് എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിനകത്തൊരു നീതി ഉണ്ടായിരുന്നു. അല്ലാതെ അത് പറയാൻ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകർഷതയില്ല. ഞാൻ പറയുന്നത് അതിനകത്തൊരു അനീതി ഉണ്ട്, ആ വാക്കിനകത്തൊരു അനീതി ഉണ്ട്. മനുഷ്യൻ്റെ നിഴലുകൾ പോലെ തോന്നി എന്നിരുന്നെങ്കിൽ മോർ ദാൻ ഇനഫ് ആയേനെ, നന്നായിരുന്നേനെ. അത് MT കാരണം ആ കാലഘട്ടത്തിൽ 30കളിൽ ജനിച്ച് 50കളിലൊക്കെ എഴുതി തുടങ്ങിയ ഒരാൾക്ക് അത് ആ കാലം അതൊരു അനീതിയാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നില്ല. ആ വാക്കിലൊരു അനീതി ഉണ്ടെന്ന് സമൂഹം ഓർമ്മിപ്പിക്കുന്നില്ല. പിന്നെ പ്രവീൺ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഫെമിനിസത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ ഏതാണ്ടൊക്കെ രണ്ടുപേരും അതേക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ എഴുതി തുടങ്ങുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും സജീവമായിട്ട് നിലനിന്ന ഒരു ചർച്ചയാണ് ഫെമിനിസം വേണോ വേണ്ടയോ. ഒരു വശത്ത് റാഡിക്കൽ നിന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കന്യകയുടെ പുല്ലിംഗം എന്താണ്, മനുഷ്യൻ്റെ പുല്ലിംഗം എന്താണ്, വിധവയുടെ സ്ത്രീലിംഗം എന്താണ്, അല്ല വിധവയുടെ പുല്ലിംഗം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാറ് ടീച്ചറൊക്കെ സമൂഹത്തിൽ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ടീച്ചർ പോലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ കന്യകയുടെ പുല്ലിംഗം തിരയുന്നില്ല ടീച്ചറുടെ സാഹിത്യം. ടീച്ചറും നിലപാടുകളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ടീച്ചർ കുറച്ചുകൂടി പരിസ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പാരിസ്ഥിതിക ഫെമിനിസമൊക്കെ ടീച്ചറുടെ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. പ്രവീൺ ചോദിച്ച മനോഹരമായ രണ്ടാമത്തെ ചോദ്യമാണ്, നമ്മൾ ഈ പുതിയ ആളുകൾ എന്നുള്ള നിലയിൽ തുറന്നെഴുത്താണോ നമ്മുടെ ഫെമിനിസത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്നാണ്. തീർച്ചയായിട്ടും തുറന്നെഴുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു വനമേഖലയായിരുന്നു. ഇവിടുത്തെ സ്ത്രീ എന്ന് പറയുന്നത്, ഇവിടുത്തെ പുരുഷൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബിലാത്തിയിലേക്ക്, ഇംഗ്ലണ്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ സവർണരും അവർണരുമായ സ്ത്രീകൾ, നമ്പൂതിരി സമുദായത്തിലെ അവർണ വിഭാഗത്തിലെയും സ്ത്രീകൾ മാറുമറയ്ക്കാനും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വിദ്യാഭ്യാസം നേടാനും സമരം ചെയ്യാണ്. ആ സമയത്ത് ഇവിടുത്തെ പുരുഷൻ
വിദ്യാഭ്യാസം നേടാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി കഴിഞ്ഞു. സർദാർ KM പണിക്കരെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്കൊക്കെ ബിലാത്തിയിലേക്ക് പഠിക്കാൻ പോകുന്നു. അപ്പോൾ കേരളത്തിലെ സ്ത്രീയുടെ എഡ്യൂക്കേഷനും പുരുഷൻ്റെ എഡ്യൂക്കേഷനും തമ്മിൽ 150-ലേറെ വർഷത്തെ ഗ്യാപ്പുണ്ട്. ആ അന്തരം എത്ര പെട്ടെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ KR മീരയെ പറ്റി പറഞ്ഞില്ല എന്ന് പറഞ്ഞ സുഹൃത്തിനോട് പറയട്ടെ, ഞങ്ങളത് പറയുകയും ചെയ്തു. സിത്താര പറയുകയും ചെയ്തു. ഇന്ന് ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളുടെ ഉടമയാണ്. മീരൻ്റെ സഹപ്രവർത്തകയായിരുന്നു. ഞങ്ങൾ മീരയുടെ പേര് പറയുകയൊക്കെ ചെയ്തിരുന്നു, അദ്ദേഹം കേട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സാഹിത്യരംഗം നോക്കുകയാണെങ്കിൽ സ്ത്രീയുടെ സാഹിത്യത്തിന് കൃത്യമായ പ്രസക്തിയുണ്ട്, കൃത്യമായ പ്രാധാന്യം കിട്ടുന്നുണ്ട്, സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഒരു തുറന്നെഴുത്ത് എന്ന് പറയുന്നത് അവർ നടത്തി കഴിഞ്ഞു. നമുക്ക് എന്താ പറയുക, എൻ്റെ സ്വരം വേറിട്ട് കേൾക്കണമെന്ന് വൈലോപ്പള്ളിയുടെ കാമുകി പറഞ്ഞ പോലെ, എൻ്റെ സ്വരം വേറിട്ട് കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ വരെ അവർ നടത്തിയ ഇപ്പോൾ ലൈംഗിക ജീവിതത്തിൻ്റെ ഒരു തുറന്നെഴുത്തോ ഒന്നും ഇനിയുള്ള സമൂഹത്തിൽ അങ്ങനെ നടത്തിയാൽ ആരും അത് ശ്രദ്ധിക്കുക പോലില്ല. കാരണം ഇവിടെ നളിനി ജമീലയുടെ ആത്മകഥ വന്നിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ എന്താ പറയുക, ലൈംഗികതയുടെയോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൻ്റെയോ ഒന്നൊരു തുറന്നെഴുത്ത് എന്നതിനേക്കാൾ ഇതിനെ കുറെ കൂടി കൃത്യമായ ബോധ്യത്തോടെ, രാഷ്ട്രീയ ബോധ്യത്തോടെ, കൃത്യമായ ചില സമീപനങ്ങളോടെ മാറ്റി എഴുതുക എന്നതായിരിക്കും വരുംകാലത്തെ സ്ത്രീ എഴുത്തുകാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സിത്താര അവളുടെ കാഴ്ചപ്പാട് പറയും. ഇവിടെ പെണ്ണെഴുത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റി ചോദിച്ചല്ലോ. ഇപ്പോൾ സച്ചിദാനന്ദനാണ് ആ ഒരു പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ അന്ന് അദ്ദേഹം ആ ഒരു വാക്ക് ഉപയോഗിച്ചത് തൊട്ട് ഇന്ന് വരെ ഒരുപക്ഷെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നേരായ രീതിയിൽ വായിക്കപ്പെടാത്ത ഒരു വാക്കാണ് അതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. പെണ്ണെഴുത്ത് എന്നുള്ളത് മിക്കവാറും പേർ അതിനെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളതെന്ന്. അന്നായാലും ഇന്നായാലും പെണ്ണെഴുതുന്നതെല്ലാം പെണ്ണെഴുത്ത് എന്നുള്ള രീതിയിലാണ് മിക്കവാറും വായനാ സമൂഹം അതിനെ കണ്ടുപോന്നിട്ടുള്ളത്. പക്ഷേ പെണ്ണെഴുത്ത് എന്നുള്ളത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പെണ്ണെഴുത്ത് എന്നുള്ളത് സ്ത്രീ പക്ഷത്തിൽ എഴുതുന്ന എല്ലാം, അത് പുരുഷനുമാവാം. പെണ്ണെഴുത്തെഴുതുന്ന പുരുഷന്മാരുമുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ പ്രഭാകരൻ മാഷൊക്കെ അത്തരത്തിലുള്ള ചില കഥകളൊക്കെ എഴുതിയത്, എനിക്ക് പേര് മറന്നുപോയി. അങ്ങനെ നിരവധി എഴുത്തുകാരന്മാരും സ്ത്രീപക്ഷപരമായിട്ടുള്ള നിരവധി രചനകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ പക്ഷത്തിലുള്ള സ്ത്രീയുടെ സ്വത്വത്തെ കൂടുതൽ വെളിവാക്കുന്ന, അവളുടെ വ്യക്തിത്വത്തെ സ്ഥാപിക്കുന്ന, അവളുടെ വ്യക്തിത്വത്തിന് ഇടം നൽകുന്ന രചനകളെല്ലാം തന്നെ പെണ്ണെഴുത്ത് എന്നുള്ള ഒരു വിഭാഗത്തിൽ പെടും. അത് മാത്രമല്ല പെണ്ണെഴുത്ത്, അതും അതിൽ പെടും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് തീർച്ചയായിട്ടും കാലം ചെല്ലുന്തോറും അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ വരുന്നുണ്ട്, പുതിയ ഇസങ്ങൾ വരുന്നുണ്ട്, പുതിയ ചിന്തകൾ അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അത് കാലത്തിൻ്റെ ഒഴുക്കിനോടൊത്ത് അതൊരു പക്ഷേ പേരെന്തായിരുന്നു പ്രവീൺ പറഞ്ഞതുപോലെ റവല്യൂഷണറി ആയിട്ടുള്ള ശ്രമങ്ങൾ വഴി അത് മലയാളത്തിൽ അത് തുടങ്ങി വെച്ചു. അത് പിന്നീട് അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് പോയി. അത് ഓരോ എഴുത്തുകാരും എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ സമീപിക്കുന്നതിനുള്ള വ്യത്യസ്തമായിരിക്കും. അത് അവരുടേതായ രീതികളിൽ അവർ അത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്, അത് കൊണ്ടുപോകേണ്ടതുമാണ്. അത്തരത്തിൽ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് പെണ്ണെഴുത്ത് എന്നുള്ള അത് വളരെ വാസ്റ്റായിട്ടുള്ള നിരവധി ഐഡിയോളജികൾ അതിലേക്ക് പുതുതായി വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു എന്താ പറയുക, ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ വലിയൊരു കൺസെപ്റ്റായിട്ട് ഒരുപാട് കൺസെപ്റ്റുകൾ ചേർന്ന് സംഗമിക്കുന്ന ഒരു വലിയ കൺസെപ്റ്റായിട്ട് അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരേണ്ടതാണ്. അത്തരത്തിൽ അതിനെ നോക്കിക്കാണാനാണ് എനിക്കിഷ്ടം. അത് പെണ്ണെഴുത്തിൽ ഇനിയും രചനകൾ ഉണ്ടാവട്ടെ, അതിൽ പുരുഷന്മാരും കൂടുതൽ പങ്കാളികളാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് പറയുമ്പോൾ സിത്താര പുരുഷന്മാരായിട്ടുള്ള എഴുത്തുകാരുടെ സ്ത്രീരചനകളെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ സർവകലാശാലകളിലൊക്കെ എപ്പോഴും പഠിക്കാനുള്ളൊരു കവിതയാണ് സംക്രമണം ആറ്റൂർ രവിവർമ്മയുടെ. അതിലിങ്ങനെ പറയുന്നുണ്ട്, പുറപ്പെട്ടിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും, കുനിഞ്ഞിട്ടാണ് 1000 വട്ടം അവൾ നിവർന്നിട്ടും എന്ന്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
മലയാളം മരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് BSc മാത്സ് എടുക്കാൻ വിധിക്കപ്പെട്ട എന്നെ പോലുള്ള ദൗർഭാഗ്യവതികളുടെ ഇടയിൽ ഇത്തരം വരികൾക്ക് വേറൊരു തരത്തിലുള്ള പുരുഷൻ ഒരുപക്ഷെ ആറ്റൂർ രവിവർമ്മ അത് വളരെ സ്ത്രീപക്ഷ സമീപനത്തിൽ എഴുതിയ കവിതയായിരിക്കും. പക്ഷെ അത് സ്ത്രീകളെ ഓർമ്മിപ്പിക്കുന്നത് പുറപ്പെട്ടിടത്താണ് 1000 കാതം, നീ എത്ര നടന്നാലും നീ അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ, നീ എത്ര തവണ നിവർന്നാലും നീ കുനിഞ്ഞിട്ട് തന്നെ ആയിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അതിന് പകരം അല്ല, നിനക്ക് കുറേ ദൂരം കൂടി താണ്ടാനും നിന്നെക്കൊണ്ട് കുറേ ദൂരം മുന്നോട്ട് പോകാനും കഴിയണം എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പുരുഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെ കുനിഞ്ഞു തന്നെ ഇരിക്കാൻ വിധിക്കപ്പെട്ടവളാണ്, നീ മുന്നോട്ട് പോകേണ്ട ആളല്ല. ഇത് പറയുമ്പോൾ ഞാൻ ഞങ്ങൾ ജേർണലിസം കാലത്ത് ഞങ്ങൾ പത്രപ്രവർത്തകർ ഈ എത്ര വലിയ നേട്ടമുള്ള സ്ത്രീകളെ ഇൻ്റർവ്യൂ ചെയ്താലും, ഉദാഹരണത്തിന് നമ്മുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ടെസി തോമസിന് ഇൻ്റർവ്യൂ ആണ് പത്രപ്രവർത്തകൻ. പക്ഷേ പത്രപ്രവർത്തകൻ അവരോട് ചോദിക്കേണ്ടത് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള നേട്ടങ്ങളാണ്. പക്ഷെ പത്രപ്രവർത്തകന് താല്പര്യം ഇവരുടെ അടുക്കളയിൽ എന്താണ് വേവുന്നത്, നിങ്ങളുടെ വീട്ടിലെ പാചകം എങ്ങനെയാണെന്നാണ് പത്രപ്രവർത്തകൻ ടെസി തോമസിനോടും ചോദിക്കുന്നത്. അപ്പം ആ പത്രപ്രവർത്തകൻ്റെ മനോഗത എന്താണ്? ഈ പെണ്ണും പിള്ള ഈ മിസൈലൊക്കെ വിടാൻ നോക്കുമ്പോൾ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാണാവോ നോക്കുന്നത്, ഇവർ പിള്ളേർക്ക് വല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമോ? അത് മലയാളിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അവരുടെ മക്കൾ വല്ല ബ്രെഡ് കഴിച്ച് ജീവിക്കട്ടെ, അവർ ഇന്ത്യക്ക് വേണ്ടി മിസൈലൊക്കെ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ പത്രപ്രവർത്തകരോട്, വനിതാ പത്രപ്രവർത്തകരോട് പോലും വനിത ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കിയ മിസൈൽ വുമണോട് പോലും അവരുടെ അടുക്കളയിൽ എന്താണ് നമ്മൾ വേവുന്നത് എന്നുള്ളതാണ് നമ്മുടെ കൗതുകം. അപ്പോൾ അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അത് മെല്ലെ മെല്ലെ മാറി വരുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഏറ്റവും ആനന്ദകരമായിട്ടുള്ള കാര്യം. അപ്പോൾ പുറപ്പെട്ടിടത്തല്ല നമ്മളൊരു1000 കാതം മുന്നോട്ട് നടന്നു എന്നുള്ളത് തന്നെയുള്ളൊരു പ്രൈഡോട് കൂടിയിട്ടാണ് നമ്മളിരിക്കുന്നത്. എൻ്റെ പേര് ഇസാൽ അലിമാണ്. ഞാൻ ഡിജിറ്റൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഗവേഷകയാണ്. ഞാൻ ഇസാൽ അലു, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഗവേഷകയാണ്. റൂം ഓഫ് മൺസോ എന്ന് പറഞ്ഞിട്ട് വിർജീനിയ വോൾഫ് എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ ബേസ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥയാണ് ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലുമെന്നും. അതിൽ മേബിൾ അമ്മായിയുടെ സാങ്കല്പികമായിട്ടുള്ള ഒരു വീടും ഗ്ലാസ് ഇട്ട ജനാലകളും എനിക്കൊരു ഓർമ്മയുടെ കഥ വായിച്ചത് കടൽ തീരം, നീലനിറമായ കടൽ തീരവും ഒക്കെ സ്വപ്നം കാണുന്ന ഒരു എഴുത്തുകാരിയാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എഴുതാനായിട്ടിരിക്കുന്ന സമയത്ത് കൂനയായിട്ട് നിറഞ്ഞിരിക്കുന്ന സിങ്കും അതുപോലെ വിഴുപ്പുകളായിട്ട് മുഖത്തേക്ക് കടന്നു വരുന്ന അയാളുടെ തുണിത്തരങ്ങളും ഇതെല്ലാം വരുന്നൊരു കഥ. ആ കഥ വായിക്കുമ്പം അതേപോലെ തന്നെയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഞാൻ ചെറുതായി കഥകളൊക്കെ എഴുതും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കുടുംബമായി ജീവിക്കുന്നു. ഇപ്പം മാഡം പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് ഒരു ഘട്ടത്തിൽ ഇതേ സാഹചര്യത്തിലൂടെ തന്നെ ഇപ്പം ഒരു എഴുത്തുകാരിയുടെ മാറ്റം പറഞ്ഞാൽ ആനന്ദത്തെ പൂർണ്ണമായി തച്ചുകൊടുക്കാൻ തന്നെ എഴുത്തുകാരി പിന്നീട് കുഞ്ഞിന്റെ അപ്പി വരുന്നത് അതേ സിറ്റുവേഷനിലേക്ക് മാറി മുംബൈയിലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാനും എഴുതുന്നത്. അതുപോലെ ഞാൻ എനിക്കിനി പഠിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നതും ഞാൻ JRFലേക്ക് എത്തിച്ചേരുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ സാഹചര്യത്തിലാണെങ്കിൽ പോലും എൻ്റെ കുടുംബത്തിൽ അങ്ങനത്തെ മാറ്റങ്ങളൊന്നും വളർന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പഠിക്കാനിരിക്കുകയോ എഴുതാനിരിക്കുകയോ ചെയ്യണമെങ്കിൽ 11ാം കൊച്ചിനെ ഉറക്കിയ ശേഷമാണ് ഞാൻ പഠിച്ചത്. അത് 2 മണി 3 മണി വരെയൊക്കെ ആയിരിക്കും എൻ്റെ പഠന സമയം വരുന്നത്. ഇനി ഉറങ്ങിക്കഴിയാത്ത എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾക്കാണ് ഉത്തരവാദിത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വീട്ടമ്മമാരാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ള എനിക്ക് നല്ല കഥകൾ മലയാളത്തിലേക്ക് ഉള്ളതുകൊണ്ടുകൂടി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുത്തും കൂടിയുണ്ട്. അതോ ഇപ്പം അഗ്നി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേരെ കൊണ്ട് വായിപ്പിച്ചിട്ടുള്ളതും അതുപോലെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കഥയാണ് അഗ്നി. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ്. അപ്പോൾ അത്രയും ലളിതമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എഴുതിയതെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഉള്ളിലുള്ള ആ ഒരു ചൂടും തീയും ഇന്നും അണിഞ്ഞിട്ടില്ല അഗ്നിയുടെ. അത് കഴിഞ്ഞ് ഒരുപാട് കഥകൾ
കൊത്തിമുറിച്ച ശില്പങ്ങൾ എന്ന് പറഞ്ഞ കൃതിയിലാണ് മിക്കവാറും എല്ലാം അത്തരം കഥകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൃതി വന്നിട്ടുള്ളതാണ്. കൊത്തിമുറിച്ച ശില്പങ്ങൾ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു കൃതി. അതുപോലെ ഇപ്പം ഉണ്ണിയുടെ എറിഞ്ഞ കുളം വരെയുള്ള എല്ലാ കഥകളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പീഡനം, ലൈംഗിക ചൂഷണം, ബലാത്കാരം എല്ലാം ബേസ് ചെയ്തിട്ടുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അഗ്നി അതിന്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന കഥയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാൻ ആഗ്രഹം കൊണ്ട് ചോദിക്കാണ്. നിങ്ങൾക്ക് സ്വന്തമായി ഇടമുണ്ടോ, ഒരു മുറിയുണ്ടോ, എന്താണ്? എനിക്ക് അന്നും ഇന്നും സ്വന്തമായി ഒരു എഴുത്തുമുറിയില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് പിന്നെ എൻ്റെ കുഞ്ഞ് കട്ടിലിരുന്നുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ് വിദേശത്ത് പോയി. അപ്പോൾ സോഫയിലിരുന്നു കൊണ്ടും പിന്നെ ജോലി ചെയ്തിരുന്ന സ്കൂളിൻ്റെ സ്റ്റാഫ് മുറിയിലിരുന്നു കൊണ്ടും ഒക്കെയാണ് ആ സമയത്തെ കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മകനെ മടിയിലിരുത്തിക്കൊണ്ടാണ് കഥ എഴുതിയിരുന്നത്. ചിലപ്പോൾ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ഡയറി കൊണ്ടുവച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രിവിലേജുകളൊക്കെ ഉള്ള ഞങ്ങളെപ്പോലെയുള്ള അത് ഭാഗ്യമാണ് തീർച്ചയായിട്ടും. എഴുത്തുകാരികൾക്ക് പോലും ഇതാണ് അവസ്ഥ. അങ്ങനെ അല്ലാത്തവരും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് സത്യം ടു ബി വെരി വെരി ഓണസ്റ്റ്, അങ്ങനെ ഒരു എഴുത്തുമുറിയുടെ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടെങ്കിൽ നല്ലതാണ് തീർച്ചയായിട്ടും, അങ്ങനെ നമ്മുടേതായ ഒരു ഇടം. പക്ഷേ ഒരു ഇരുന്ന് വ്യക്തിപരമായ അനുഭവം ചോദിച്ചതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായി പറയുകയാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായൊരു ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നിരുന്നാലും ഇപ്പോൾ അവസാനം എഴുതിയ കഥയൊക്കെ ഞാൻ ട്രെയിനിലിരുന്നാണ് എഴുതിയത്. ട്രെയിനിലിരുന്നുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് എഴുതി തീർത്തത്. മറ എന്നുള്ളൊരു കഥയൊക്കെ ഞാൻ ട്രെയിനിലിരുന്നുകൊണ്ട് എഴുതിയതാണ്. ട്രെയിനിലിരുന്നുകൊണ്ട് ആ ഒരു കഥ രേഖക്കറിയാം. ആ കഥയിൽ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുകയുണ്ടായി. അപ്പോൾ അത് അല്പം വൈകാരികമായൊരു കഥയായിരുന്നു അത്. അപ്പോൾ അതൊക്കെ ഞാൻ ട്രെയിനിലിരുന്നു കൊണ്ട് ആ ട്രെയിനിലിരുന്ന് എഴുതുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടൊക്കെ എഴുതിയൊരു കഥയാണ്. അതുപോലെ തന്നെയാണ് മിക്ക കഥകൾ എഴുതിയിട്ടുള്ളത്. ചിലപ്പോൾ പടിയിലിരുന്നു കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ മടിയിൽ പുസ്തകം. ഞാൻ ഇപ്പോഴും കമ്പ്യൂട്ടറിൽ എഴുതാത്ത ഒരാളാണ്, പുസ്തകത്തിൽ തന്നെയാണ് എഴുതുന്നത്. പഴയ സ്കൂൾകാരിയാണ്. അപ്പോൾ എൻ്റെ എഴുത്ത് ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു എഴുത്തിൽ ഞാൻ തൃപ്തയാണ്, ടു ബി ഓണസ്റ്റ്. ആ ഒരു ഞാൻ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു എഴുത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ പോകാറുണ്ട്. ആ എഴുത്തിലേക്ക് ഒരു പക്ഷേ ഭൗതിക ലോകത്തു നിന്നുള്ള തിരിച്ചുവിളികൾ ഉണ്ടാവാറുണ്ട്. അത് എന്നെ അലോസരപ്പെടുത്താറുണ്ട്. അത് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന പിൻവിളികളാണ്. പക്ഷെ അതിനെയൊക്കെ ഞാൻ മറികടക്കാൻ ശ്രമിക്കാറുണ്ട്, അത് മറികടക്കാറുമുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞ ആൾ തന്നെ സ്ത്രീകൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഒരു പ്രത്യേക സിദ്ധിയുണ്ട്. അതായത് ഇപ്പം ഞാൻ ജോലിക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഞാനൊക്കെ എഴുത്തൊക്കെ അവസാനിപ്പിച്ചു, ഇനി പത്രപ്രവർത്തനം മാത്രം മതി എന്നൊക്കെ കരുതിയിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പം എൻ്റെ എല്ലാ സഹപ്രവർത്തകരിലും നമ്മൾ കെടുതികൾ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ കാണില്ലേ, അങ്ങനെ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, നീയൊന്നും ഇനി എഴുതാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഭയങ്കരമായ ഒരു വാശിയുണ്ട്. പ്രത്യേകിച്ച് ഈ എഴുത്തിൻ്റെ ബാധയുള്ള സ്ത്രീകളാണെങ്കിൽ ഭയങ്കര വാശിക്കാരികളായിരിക്കും. ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ പെണ്ണുങ്ങൾ മരം കയറരുത് എന്ന് പറയും. പ്രത്യേകിച്ച് പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പെൺകുട്ടി മരം കയറിക്കഴിഞ്ഞാൽ മരം കരിഞ്ഞു പോവും. അത്ര അന്ധവിശ്വാസികളുള്ള ഒരു നാടാണ് ഞങ്ങളുടെ നാട്. അപ്പോൾ ഞാൻ പീരീഡ്സ് ആയാലും ഞാൻ മരത്തിൻ്റെ മുകളിലിരുന്നേ പഠിക്കൂ. അപ്പോൾ എൻ്റെ അങ്ങനെ ഒരു റിബൽ എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് തോന്നുന്നു ആ റിബലാണ് എന്നെ റൈറ്ററാക്കിയത്. ഈ പറഞ്ഞയാൾ തന്നെ കുട്ടികളായിട്ട് JRF വാങ്ങി എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിലൊരു വാശി കയറുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് അത് പുരുഷനൊരിക്കലും മനസ്സിലാവില്ല, പുരുഷനൊരിക്കലും ലഭ്യമാവില്ല. പുരുഷൻ ആ സാധനം, ആ തീ കിട്ടില്ല. കാരണം അത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു തിരിച്ചു കയറ്റാം. അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം നീ ഇന്ന ജെൻഡറാണ്, ഇതൊക്കെ ഈ തൊഴിലൊക്കെ ചെയ്യണം എന്ന് നിന്നോട് നിഷ്കർഷിക്കുമ്പോൾ അതല്ല, എനിക്കും വേറെ കുറേ പണികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ JRFും ഇന്ന് മീഞ്ചന്തയിലത്തെ ഗവേഷക ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ആ ഒരു സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ്. അത് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരു ഫയറുള്ള ഒരാളെ, അതിപ്പോൾ ഈവൻ സാറ ടീച്ചറുടെ, ഇപ്പോൾ നമ്മൾ സാറ ടീച്ചറുടെ കഥയാണല്ലോ പറഞ്ഞേ. സാറ ടീച്ചറുടെ ലൈഫ് തന്നെ നോക്കിയാൽ അറിയാം. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. അവർ പ്രൈവറ്റായി പഠിച്ച് BA പഠിച്ചു, MA പഠിച്ചു, കോളേജ് അധ്യാപികയായി. റിട്ടയർമെൻറ്റ് വരെ അവരൊരു നോവൽ പോലും എഴുതിയില്ല.
റിട്ടയർമെൻറ്റിന് ശേഷമാണ് ടീച്ചർ ആലാഹയുടെ പെൺമക്കൾ എഴുതുന്നതെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? ആദ്യത്തെ നോവൽ അല്ലേ? അപ്പോഴാണ് റിട്ടയർ ചെയ്തിട്ടാണ് അവർ നോവൽ എഴുതുന്നത്. അതുവരെ മാനുഷി എന്നൊക്കെ പറയുന്ന സംഘടനാ പ്രവർത്തനമാണ്. അപ്പോൾ സ്ത്രീകളുടെ ഉള്ളിൽ ഇത്തരത്തിലൊരു ഫയറുണ്ട്. അത് പുരുഷനുണ്ടോ എന്ന് എനിക്കറിയില്ല, പുരുഷന് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ എൻ്റെ എഴുത്തെന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്ത പത്രപ്രവർത്തനം എന്നെ പലതരത്തിലും എൻ്റെ എഴുത്തുകാരിയെ കില്ല് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ടെക്നോളജി, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്കൊരു 10 പേജ് എഴുതാൻ പറ്റും. അത് ഞാൻ തള്ളിമറിക്കുന്നതല്ല, എനിക്ക് എഴുതാൻ പറ്റും. അത് ഞാൻ മലയാള മനോരമയിൽ എന്താ വെച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ജോലി ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ടെർമിനേറ്റ് ചെയ്യും എന്ന് ആരോ വിരട്ടി ഒരാഴ്ച കൊണ്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് പഠിച്ചു. ഞങ്ങളൊക്കെ ജേർണലിസത്തിന് കമ്പ്യൂട്ടർ പഠിച്ചതാണ്. ഞങ്ങൾക്ക് 90 മാർക്കുണ്ട്. കാരണം അത് കമ്പ്യൂട്ടർ പഠിപ്പിച്ചിരുന്ന സാർ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു. ആ സാറിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മുൻപ് പോയ ആളുകൾ സാറ് വൈവ മാത്രമേ നടത്തുള്ളൂ. അപ്പോൾ സാറിൻ്റെ മുമ്പിൽ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ ഇവർക്ക് റാങ്കുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും 95 മാർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ജോലിക്ക് കയറിയിട്ട് ചെല്ലുമ്പോൾ എനിക്ക് മൗസ് പിടിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈ വിറച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ ടെക്നോളജി ഭയങ്കര സൗകര്യമാണ്. പിന്നെ നിങ്ങൾ പത്രപ്രവർത്തന പരിശീലനം നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, സദ്ദാം ഹുസൈൻ മരിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു കെട്ട് ഫയൽ തന്നു. ഒരു 6 മണി 7 മണി നേരത്ത് സദ്ദാം ഹുസൈന് വിധി പ്രഖ്യാപിച്ചു, വധശിക്ഷ. അദ്ദേഹത്തിൻ്റെ പിടികൂടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് പ്രൊഫൈൽ സ്കെച്ച് തയ്യാറാക്കണം. ഒരു കെട്ട് ഫയൽ തന്നു. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അയാളുടെ ജീവചരിത്രം അത് വായിച്ച് തയ്യാറാക്കണം. സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ളത്, ഈ ഇത്രയും ഫയൽ നോക്കി നമ്മൾ അയാളുടെ ജനനം മുതൽ മരണം വരെ. ഇപ്പോൾ അല്ലാത്തപ്പോൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2 വർഷം കൊണ്ട് പോലും അത് എഴുതി കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പത്രം ഓഫീസിൽ വെച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഈ സ്കെച്ച് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് തയ്യാറാക്കിയിരിക്കും. നമ്മളത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ അന്തസ്സിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. നമ്മളത് തൊഴിൽ ചെയ്യുന്നിടത്ത് ഫെയ്ഡ് ചെയ്യാൻ നമ്മളാരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ നമ്മളത് തയ്യാറാക്കും. അത് ഈ പറഞ്ഞതുപോലെ ഏത് തൊഴിലാണെങ്കിൽ പോലും സ്ത്രീകൾ ശോഭിക്കണമെങ്കിൽ ആ തൊഴിൽ ചെയ്യുന്ന പുരുഷനേക്കാൾ ഒരു 3 മടങ്ങെങ്കിലും അധ്വാനം വേണം. അങ്ങനെ ആരൊക്കെയോ അധ്വാനിച്ചത് കൊണ്ടാണ് ഇന്നിവിടെ പെണ്ണെഴുത്ത് പുരുഷൻ്റെ ഒപ്പം തന്നെ നിൽക്കാൻ. ഞാൻ പറഞ്ഞു 1.5 നൂറ്റാണ്ടിൻ്റെ പുറകിൽ പോയ എഡ്യൂക്കേഷന് നേടി, അറിവ് നേടി, കഥ നേടി. ഇപ്പോൾ നിങ്ങൾ മലയാളത്തിലെ ആദ്യത്തെ കഥയായിട്ട് നമ്മൾ പറയില്ലേ, എം സരസ്വതിബായിയുടെ തലച്ചോറില്ലാത്ത സ്ത്രീകൾ എന്നുള്ള കഥയാണെന്ന് പറയും. ആ കഥയുടെ പ്രമേയം നിങ്ങൾക്കൊക്കെ അറിയുന്ന വിചാരിക്കുന്നു. ഒരു സ്ത്രീ കഥാമത്സരത്തിന് പുരുഷൻ്റെ പേരിൽ കഥ അയച്ചിട്ട് സമ്മാനം കിട്ടുകയാണ്. അപ്പോൾ ഈ ഭർത്താവിനാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രതിഭയില്ല, സ്ത്രീകൾക്ക് കഴിവില്ല, ഭാവനയില്ല, ചിന്താശേഷിയില്ല എന്ന് പറയുന്ന സ്വന്തം ഭർത്താവിനോടാണ് ആ സ്ത്രീ മത്സരിക്കുന്നത്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ കഥ തന്നെ സ്ത്രീയുടെ ഈ ഒരു മത്സര ബുദ്ധിയുടെ, അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടിടത്തുനിന്ന് ഉയർന്നു വരാനുള്ള അവളുടെ ആഗ്രഹത്തിൻ്റെ കരുത്താണ്. അപ്പോൾ അത് എല്ലാ സ്ത്രീകളിലും, ഒട്ടുമിക്ക ഫൈറ്റ് ചെയ്യാൻ തയ്യാറായ എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ആ ഒരു ഫയർ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മണിയായി. നിങ്ങൾക്ക് ഇത്ര നേരം ഞങ്ങളെ സഹിച്ചാന്ന് പറയണോ? അല്ലേ, സഹിച്ചു അല്ലേ, കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലേ? അപ്പം ഇത്ര നേരം ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച എല്ലാവരോടും നന്ദി. അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും നല്ല മിടുക്കികളും മിടുക്കന്മാരുമായിട്ട് മുന്നോട്ട് പോവുക, ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും നേടുക.